എല്ലാവർക്കും നമസ്കാരം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. നമ്മളെ ഈ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല ആണ് ഈ സ്ഥാപനത്തിന്റെ പേര്. തിരുവനന്തപുരത്താണ് നമ്മുടെ ഓഫീസും മറ്റു കാര്യങ്ങളൊക്കെ. ഇവിടെ പഠിച്ചിട്ടുള്ളവർക്ക് കുറെ പേരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഇത് അറിയാം. എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് നമ്മൾ 2 ക്ലാസ്സുകളാണ് ആരംഭിക്കുന്നത്. ഒന്ന് വാസ്തുശാസ്ത്രത്തിന്റെ ഡിപ്ലോമ ക്ലാസ്സും അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സും അതുപോലെ തന്നെ PG ഡിപ്ലോമ കോഴ്സുമാണ്. ഇപ്പോൾ ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് വാസ്തുശാസ്ത്രം പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ്. PG എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ് PG ക്ലാസ്. PG ക്ലാസ് 1 വർഷവും ഡിപ്ലോമ ക്ലാസ്സുകൾ 7 മാസവുമാണ് ഇതിൻ്റെ കാലാവധി. പിന്നെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഏകദേശം നമ്മൾ 7 വർഷത്തിന് മേലായി. ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ട് 6 വർഷത്തോളമായി. കൊറോണ തുടങ്ങിയ സമയത്ത് ഓൺലൈനിലോട്ട് മാറ്റിയതാണ് ക്ലാസ്സുകൾ. ഇപ്പോൾ ഒരുപാട് വേറെയും ജ്യോതിഷം, പെൻഡില ജ്യോതിഷം, ഹസ്തരേഖാശാസ്ത്രം അങ്ങനെയുള്ള ക്ലാസ്സുകളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ PGയുടെ ഇത് 2ാമത്തെ ബാച്ചാണ്. ഡിപ്ലോമയുടെ നമ്മൾ 7ാമത്തെ ബാച്ചാണ് ഇന്ന് തുടങ്ങുന്നത്. പിന്നെ ഈ ക്ലാസ്സുകൾക്കെല്ലാം ഇതിൻ്റെ എല്ലാം കോഴ്സിൻ്റെ അവസാനം ഒരു പരീക്ഷ ഉണ്ടാവും. ഓൺലൈൻ എക്സാമാണ്. ആ ഓൺലൈൻ എക്സാം എഴുതുന്നവർക്കെല്ലാം നമ്മളിവിടെ നിന്ന് നമ്മുടെ സ്ഥാപനത്തിൻ്റെതായ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മളെ നാക്ടെക് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് അംഗീകൃത ഇന്ത്യ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൻ്റെ അഫിലിയേഷൻ നമ്മുടെ സ്ഥാപനത്തിനുണ്ട്. അവർ വിദേശത്തൊക്കെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് വേണ്ടിയുള്ള സർട്ടിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അത് ഓപ്ഷനിലാണ്. ആവശ്യമുള്ളവർക്ക് അത് നേരത്തെ അപ്ലൈ ചെയ്യണം. നമ്മൾ ക്ലാസ് തുടങ്ങി കുറച്ച് അറിയിക്കാം, നിങ്ങൾക്ക് ഗ്രൂപ്പുകളിലൊക്കെ അറിയിക്കാം. ആ സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റിനോടൊപ്പം അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി കിട്ടും. അത് 2 ടൈപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒന്ന് ഇന്ത്യയിൽ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു സർട്ടിഫിക്കറ്റും, ഒരു സർട്ടിഫിക്കറ്റ് വിദേശ രാജ്യങ്ങളിൽ 120ഓളം രാജ്യങ്ങളിലും UAE-യിലും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അവിടെ ജോലിക്ക് വരെ ആൾക്കാർ ഇവിടെ ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ജർമ്മനിയിലൊക്കെ പോയിട്ട് അവിടെ സിവിൽ എഞ്ചിനീയറായിട്ട് ജോലിക്ക് പോയ ആൾക്കാർ ഈ സർട്ടിഫിക്കറ്റ് കൂടി അവർ കൊടുത്തിട്ട് അവിടെ നിന്ന് വെരിഫിക്കേഷനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അത് അവർക്ക് അതുകൊണ്ട് പ്രയോജനപ്പെട്ടിട്ടുമുണ്ട്. അപ്പം അങ്ങനെ പിന്നെ അത് മാത്രമല്ല, നമ്മൾ കേരളത്തിൻ്റെ വെളിയിലൊക്കെ പോയി പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ നാളെ ഒരു വെരിഫിക്കേഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് അവിടെ നമുക്കത് വാലിഡ് സർട്ടിഫിക്കറ്റ് ആണ്. അത് നിങ്ങൾക്ക് പ്രയോജനകരമായിട്ട് വരും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം കൂടി വെച്ചിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റും എടുക്കാം. അതിൻ്റെ മറ്റു വിശദ വിവരങ്ങളെല്ലാം പിന്നീടുള്ള ക്ലാസ്സുകളിൽ നമ്മളെ അറിയിക്കും. അതുപോലെ തന്നെ ഇന്ന് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 2 ഗ്രൂപ്പായിട്ട് തിരിക്കും. കാര്യം ബേസിക് ക്ലാസ്സുകാർക്ക് വേണ്ടിയുള്ള പ്രത്യേകം ഗ്രൂപ്പ് ഉണ്ടാവും, PGക്കാർക്ക് വേണ്ടിയും പ്രത്യേകം ഗ്രൂപ്പ് ഉണ്ടാവും. അങ്ങനെ പ്രത്യേക ദിവസങ്ങളിലായിരിക്കും ഈ 2 ക്ലാസ്സുകളും വരുന്നത്. ഈ ക്ലാസ് എടുക്കുന്നത് എൻ്റെ ഗുരുനാഥൻ കൂടിയായ ശ്രീ ഡോക്ടർ കേശവദാസ് സാറാണ്. അദ്ദേഹം 2018 ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചതാണ് വാസ്തുശാസ്ത്രം. അദ്ദേഹമാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് ക്ലാസ്സിൻ്റെ അവസാനം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അത് പറയാം. നമുക്ക് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സാറിനെ ക്ഷണിക്കുകയാണ്. കേശവദാസ്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഒരു പ്രാർത്ഥനയോട് തുടങ്ങാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തദാ നാരദോ നഗ്നജിത്യൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വസ്തുശാസ്ത്രോപദേശ. ഇരിക്കാം. ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല നടത്തുന്ന ഈ വാസ്തുശാസ്ത്രത്തിൻ്റെ ഡിപ്ലോമ കോഴ്സും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സും ഈ 2 കോഴ്സുകൾ ആയിട്ട് പഠിക്കാൻ താല്പര്യപ്പെട്ട്
എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. ഇവിടെ മുമ്പ് ഒരു ബേസിക് കോഴ്സിൻ്റെ ഒരു ഇൻട്രഡക്ടറി ഇതുപോലെ ഒരു ഇൻട്രഡക്ഷൻ, ഒരു മുഖവരിയായിട്ടൊരു ക്ലാസ് ഒരു ഇത് വെച്ചിരുന്നു. ചിലപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്തവർ ചിലരൊക്കെ അന്നും ഉണ്ടായിരുന്നവരായിരിക്കാം, ഒരുപക്ഷെ അന്ന് ഇല്ലാത്തവരും ഞങ്ങളുടെ കൂട്ടത്തിൽ കാണാം. അതിൽ വളരെ ചെറുതായിട്ടൊരു കൂടുതലൊന്നും കാണാൻ ഇൻട്രഡക്ഷൻ സമയത്ത് നമുക്ക് കൂടുതലൊന്നും സബ്ജക്റ്റിനെ പറ്റിയോ അതൊന്നും ഡീപ്പായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അല്ല, ഒരു ചെറിയ 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതായത് നമുക്കറിയാം, നമ്മളുടെ ശരീരത്തിൽ നമുക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ, എന്ത് രോഗമായിക്കോട്ടെ, എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അത് നമുക്ക് അസ്വസ്ഥതയും പ്രയാസങ്ങളും പണച്ചരവും ഇതെല്ലാം ഉണ്ടാകും. എന്ത് രോഗം ഉണ്ടായിരുന്നു നമ്മുടെ, അതായത് രോഗമുക്തമായ ഒരു ശരീരമാണ് നമുക്കെല്ലാം ആവശ്യം. അത് ഏത് കുട്ടികൾ മുതൽ എത്ര പ്രായമായാലും എല്ലാ മനുഷ്യർക്കും രോഗമുക്തമായ ഒരു ശരീരം ആവശ്യമാണ്. അതുപോലെ തന്നെ വാസ്തുദോഷമുക്തമായ ഒരു ഭവനം, ഒരു വീട്, വാസ്തുദോഷമുക്തമായ അല്ലെങ്കിൽ വാസ്തുദോഷത്തിൽ നിന്നും മുക്തമായിട്ടുള്ള ഒരു വീട് അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൽ താമസിക്കുന്നവർക്ക് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ അവരുടെ മാനസികമായിട്ടും അതുപോലെ ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടും ബന്ധം, കുടുംബ ബന്ധം അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടൊക്കെയുള്ള റിലേഷൻഷിപ്പ് ബന്ധത്തിലും എല്ലാം നല്ല വ്യത്യാസം ഉണ്ടാകുന്നതാണ്. അതപ്പം രോഗമുക്തമായ ശരീരം പോലെ വാസ്തുദോഷമുക്തമായ ഒരു ഭവനം എല്ലാവർക്കും ആവശ്യമാണ്. അപ്പം നമുക്കറിയാം, നമുക്ക് ഇപ്പൊ ലോകത്ത് പല വിധത്തിലുള്ള മോശമായ ദുഷ്പ്രവൃത്തികളൊക്കെ നമുക്ക് പേപ്പറിലും ടി വിയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പല വിധത്തിലുള്ള മോശമായ പ്രവൃത്തികളൊക്കെ പലരും കാണിക്കുന്നു. അപ്പൊ അതിൽ നമുക്ക് നമ്മളിൽ നിന്നും നല്ല പ്രവൃത്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, നമ്മളുടെ പ്രവൃത്തി അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം നല്ല രീതിയിലാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒന്ന്, അതായത് ഒരു നല്ല ഭവനവും നല്ല ആഹാരവും, നല്ലൊരു വീട്, അതായത് വാസ്തുദോഷമുക്തമായ ഒരു വീടും അതുപോലെ തന്നെ നല്ലൊരു ആഹാരം, പിന്നെ മറ്റു ദോഷങ്ങളൊന്നും ഇല്ലാത്ത ആരോഗ്യദായകമായ ഒരാഹാരവും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നല്ല മനസ്സുണ്ടാകും. നല്ല മനസ്സിന് ആവശ്യമാണ് നല്ല താമസ സ്ഥലവും അതുപോലെ തന്നെ നല്ല ആഹാരവും നല്ല മനസ്സിന് ആവശ്യമുണ്ട്. അങ്ങനെ നല്ല മനസ്സ് വന്നു കഴിഞ്ഞാൽ ആ മനസ്സിൽ നമുക്ക് നല്ല വിചാരം ഉണ്ടാകും, വിചാരങ്ങൾ. അങ്ങനെ നല്ല വിചാരം ഉണ്ടെങ്കിൽ ആ നല്ല വിചാരങ്ങളിൽ നിന്നും നല്ല പ്രവൃത്തികളുണ്ടാകും. അപ്പോൾ നല്ല പ്രവൃത്തികൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ബേസിക് ആയിട്ടുള്ള ആവശ്യം, ഒന്ന് നല്ലൊരു ഭവനം, വാസ്തുദോഷമുക്തമായ ഒരു ഭവനം, 2 നല്ല ആഹാരം. ഭവനം മാത്രം പോരാ, ആഹാരവും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് രോഗങ്ങളും എല്ലാം നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, വാസ്തുദോഷമുക്തമായ ഭവനവും അതുപോലെ നല്ല ആഹാരവും, ഈ 2 ഉണ്ടെങ്കിൽ നമുക്ക് നല്ല മനസ്സുണ്ടാവും. നല്ല മനസ്സിൽ നിന്ന് നല്ല വിചാരങ്ങളുണ്ടാവും. നല്ല വിചാരത്തിൽ നിന്ന് നല്ല പ്രവൃത്തികളുണ്ടാവും. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മളൊരു വീട്, നമുക്ക് വാസ്തുദോഷങ്ങളില്ലാത്തൊരു വീടെന്നൊക്കെ പറയുമ്പോൾ 100% വാസ്തുദോഷമുക്തമായിരിക്കണം എന്ന് വാസ്തുശാസ്ത്രത്തിലും പറയുന്നില്ല. 100% ഒരു ചെറിയ വാസ്തുദോഷം പോലും പാടില്ല എന്ന് പറയുന്നില്ല. ശരിക്കും വാസ്തുശാസ്ത്രത്തിൽ തന്നെ പറയുന്നത് അവിടുത്തെ ഗുണങ്ങൾ പരമാവധി ആകണം. അത് വാസ്തുഗുണങ്ങൾ എത്രയും കൂടാമോ അത്രയും കൂടുകയും വാസ്തുദോഷങ്ങൾ എത്രയും കുറയാമോ അത്രയും കുറയുകയും ചെയ്യാം. കംപ്ലീറ്റ് ഇല്ലാതാക്കണം എന്ന് പറയുന്നത് ഇല്ലാതാവുകയില്ല. എവിടെയായാലും എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ കാണും. അപ്പോൾ അതുകൊണ്ട് ഗുണങ്ങളുടെ ആധിക്യവും ദോഷങ്ങളുടെ ലഘുത്വവും ഒരു നിർമ്മിതിയിൽ ഉണ്ടായിരിക്കണം എന്ന് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. എത്രത്തോളം വാസ്തുദോഷങ്ങളെ നമുക്ക് ഇല്ലാതാക്കാമോ അത്രത്തോളം ഇല്ലാതാക്കുക, എത്രത്തോളം വാസ്തു ഗുണങ്ങൾ നമുക്ക് കൂടുതലായിട്ട് അവിടെ ഉണ്ടാക്കാൻ സാധിക്കുമോ അത് ഉണ്ടാക്കുക. അതാണ് ഈ വാസ്തുശാസ്ത്രത്തിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ദോഷങ്ങളെ കുറയ്ക്കുക, ഗുണങ്ങളെ കൂട്ടുക. അപ്പൊ ഈ ദോഷങ്ങൾ എന്താണ്, ഗുണങ്ങൾ എന്താണ്, എങ്ങനെ ദോഷങ്ങളെ കുറയ്ക്കാം, എങ്ങനെ ഗുണങ്ങളെ കൂട്ടാം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ ഈ ഒരു പറയാൻ നോക്കില്ല. നമുക്ക് അതൊക്കെ ഇനിയുള്ള ക്ലാസ്സുകൾ ഡിപ്ലോമ കോഴ്സിലും അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലും നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ വാസ്തുശാസ്ത്രം പറയുന്ന മറ്റൊരു കാര്യം കൂടി നമുക്ക്
പലർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും, പലർക്കും അല്ല എല്ലാവർക്കും ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ടാകാറുണ്ട്. സുഖകരമായ അനുഭവങ്ങളും അതുപോലെ കുറച്ച് പ്രയാസകരമായ അനുഭവങ്ങളൊക്കെ. ദുഃഖം മാത്രമായിട്ടോ അല്ലെങ്കിൽ സുഖം മാത്രമായിട്ടോ ആരും ഉണ്ടാകില്ല. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഇത് രണ്ടും ചിലർക്ക് ദുഃഖം കുറെ കൂടുതലായിരിക്കാം, ചിലർക്ക് സുഖം കുറെ കൂടുതലായിരിക്കാം. പക്ഷെ സുഖ ദുഃഖ സമ്മിശ്രമാണ് നമ്മുടെ ജീവിതം. അപ്പൊ ഈ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ നമുക്ക് വാസ്യാസി പറഞ്ഞത് ഇപ്പം 3 വിധത്തിൽ, അതായത് പിന്നെ സ്വർഗീയ ശക്തി, അതുപോലെ സ്വർഗീയ ശക്തി, മനുഷ്യശക്തി, അതുപോലെ തന്നെ ഭൗമിക ശക്തി. സ്വർഗീയ ശക്തി, ഭൗമിക ശക്തി, മനുഷ്യശക്തി, ഇങ്ങനെ 3 ശക്തികൾ. അത് നമുക്കുണ്ടാകുന്ന സുഖമായാലും ദുഃഖമായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന സുഖ ദുഃഖങ്ങൾ ഈ 3 ശക്തികളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് വാസ്യാസം പറയുന്നുണ്ട്. ഹെവൻ ഫോഴ്സ്, സ്വർഗീയ ശക്തി, എർത്ത് ഫോഴ്സ്, ഭൗമിക ശക്തി, ആൻഡ് ഹ്യൂമൻ ഫോഴ്സ്, മനുഷ്യശക്തി. ഈ 3 ശക്തികളെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങളായാലും ദോഷങ്ങളായാലും അത് ഇതിനെ 3നെയാണ് ശരിക്കും ബേസിക്കായിട്ട് ആശ്രയിച്ചിരിക്കുന്നത്. ഈ ശക്തികൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്വർഗീയ ശക്തി അല്ലെങ്കിൽ ഹെവൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ ജനിച്ച സമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ ജ്യോതിഷവുമായിട്ടൊക്കെ കൂടുതൽ ബന്ധപ്പെട്ടാണ് നമ്മൾ ജനിച്ച സമയവുമായിട്ട് ബന്ധപ്പെട്ടു. ചില നക്ഷത്രങ്ങളും നമുക്കറിയാം അതിൻ്റെ ഗുണദോഷം. അത് കുറെ പേർ കുറെ അറിയാവുന്നവരുണ്ട്. ജ്യോതിഷം പഠിക്കുന്നവർക്ക് അത് കൂടുതൽ ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ജനിച്ച സമയവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ അതല്ല ഈ സ്വർഗീയ ശക്തിപ്പെടും. ഹെവൻ ഫോഴ്സ് അല്ലെങ്കിൽ സ്വർഗീയ ശക്തിയിലാണ് ജനിച്ച സമയവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ. അതുകൂടാതെ വേറൊരു കാര്യം കൂടെ ഈ ഹെവൻ ഫോഴ്സിലുണ്ട്. നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളും ശാപങ്ങളും, ബ്ലെസ്സിങ്സ് ആൻഡ് കേഴ്സ്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹമാകാം, നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹമാകാം, നമ്മളെക്കാൾ മുതിർന്നവരുടെ ഉള്ള അനുഗ്രഹമാകാം. അങ്ങനെ പലരുടെയും അനുഗ്രഹം നമുക്ക് കിട്ടാറുണ്ട്. പലപ്പോഴും ചിലപ്പോൾ ശാപവും ചിലപ്പോൾ കിട്ടിയത് വരും. നന്നാവില്ല എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, മനഃപൂർവ്വം ആയിരിക്കുന്നാലും പറഞ്ഞാലും അതിനൊക്കെ ശക്തിയുണ്ട്. അപ്പൊ അങ്ങനെ അനുഗ്രഹങ്ങളും ശാപങ്ങളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള അനുഗ്രഹങ്ങളും ശാപങ്ങളും ഒക്കെ ഈ സ്വർഗീയ ശക്തിപ്പെടും. ഈ സ്വർഗീയ ശക്തി എന്ന് പറഞ്ഞാൽ 1 ജനിച്ച സമയവുമായി ബന്ധപ്പെട്ട ഗുണദോഷ ഫലങ്ങൾ, 2 നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളും അതുപോലെ ശാപങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ. ഇതെല്ലാം സ്വർഗീയ ശക്തിയിലാണ് വരുന്നത്. ഈ സ്വർഗീയ ശക്തിയെ നമുക്ക് കാര്യമായി നിയന്ത്രിക്കാൻ ഒക്കില്ല. കാരണം നമ്മളെല്ലാം ജനിച്ചു കഴിഞ്ഞു. ജനനസമയം നമുക്കിനി മാറ്റാൻ ഒക്കില്ല. ആ ജനന സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമോ ദോഷമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നുകിൽ നമ്മൾ അനുഭവിക്കുക, ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ ശക്തി ചിലപ്പോൾ കുറച്ച് കുറയ്ക്കാൻ സാധിക്കും എന്നല്ലാതെ പൂർണ്ണമായിട്ടും അതിനെ മാറ്റാൻ നമുക്ക് സാധിക്കില്ല. കാരണം നമ്മളെല്ലാം ജനിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ സ്വർഗീയ അതുപോലെ അനുഗ്രഹങ്ങളും ശാപങ്ങളും ഒക്കെ നമുക്ക് വലിയ നിയന്ത്രണമില്ല. കാരണം നമ്മളെ അനുഗ്രഹിക്കുന്നതും ശപിക്കുന്നവരൊക്കെ മറ്റുള്ളവരാണ്. അപ്പൊ അത് നമുക്കത് അറിയാതെയൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അപ്പൊ അതുകൊണ്ട് ഈ സ്വർഗീയ ശക്തിയിൽ നമുക്ക് വലിയ നിയന്ത്രണമില്ല, കൺട്രോളില്ല. വാസ്തുശാസ്ത്രത്തിനെ പറയുന്നത് ഇപ്പൊ നമുക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ 100 ആണെങ്കിൽ, നമുക്കുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം കൂടെ ഉള്ള ആ ഫലങ്ങൾ 100 ആണെങ്കിൽ അതിൽ 40നും കാരണം 40%, 40നും കാരണം ഈ സ്വർഗീയ ശക്തി അല്ലെങ്കിൽ ഹെവൻ ഫോഴ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന വീട്, ആ വീടിരിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സമയം ജോലി ചെയ്യുന്ന ഓഫീസോ അല്ലെങ്കിൽ ഏതെങ്കിലും കടകളിലോ എവിടെ ആയിക്കോട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ട ആ കെട്ടിടവുമായി ബന്ധപ്പെട്ട ചില ശക്തികൾ, അത് ഗുണകരമോ ദോഷകരമോ ആകാം. അപ്പൊ അങ്ങനെ നമ്മളുടെ നമ്മൾ ജോലി ചെയ്ത സ്ഥലത്തിൽ ഉള്ള ചുറ്റുപാട് അല്ലെങ്കിൽ അതിന്റെ ആ ഭൂമി, ഇതെല്ലാം നമ്മളിൽ ഗുണങ്ങളും ദോഷങ്ങളും ഉള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ ഗുണദോഷ ഫലങ്ങൾ നമ്മുടെ ചുറ്റുപാട് അല്ലെങ്കിൽ എൻവയോൺമെന്റ്, നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമുക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളൊക്കെ ഭൗമിക ശക്തി. രണ്ടാമത് പറഞ്ഞ ആദ്യത്തെ ഹെവൻ ഫോഴ്സ് ആണ്, രണ്ടാമത്തെ എർത്ത് ഫോഴ്സ് അല്ലെങ്കിൽ ഭൗമിക ശക്തി. അത് നമുക്ക് അതായത് അത് പൂർണ്ണമായിട്ടും വാസ്തുശാസ്ത്രമാണ്. നമ്മുടെ കെട്ടിടങ്ങളും കെട്ടിടക്കുന്ന സ്ഥലങ്ങളും അതിൻ്റെയൊക്കെ ആ ഗുണദോഷ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ എനർജി, പോസിറ്റീവ് എനർജി കൂടുകയാണെങ്കിൽ നമുക്ക് ഗുണമുണ്ടാകും. അതേസമയം അവിടെ നെഗറ്റീവ് എനർജി കൂടുകയാണെങ്കിൽ നമുക്ക് ദോഷമുണ്ടാകും. അപ്പോൾ ഈ എനർജികൾ, പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം
രണ്ടാമത് പറഞ്ഞ് എർത്ത് ഫോഴ്സിലാണ് വരുന്നത്. ആദ്യത്തെ ഹെവൻ ഫോഴ്സ് നമ്മൾ പറഞ്ഞു, ജനിച്ച സമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളും ശാപങ്ങളും ഒക്കെയാണ് ആദ്യത്തെ 40%. ആ 40% നമുക്ക് വലിയ കൺട്രോൾ ഇല്ലാന്നും പറഞ്ഞു. രണ്ടാമത്തെ 30% നമ്മുടെ ഭൗമിക ശക്തി അല്ലെങ്കിൽ എർത്ത് ഫോഴ്സ്, അത് ഏതാണ്ട് പൂർണ്ണമായും വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് നമുക്ക് ഇപ്പം നമുക്ക് ഒരു വീട്ടിൽ എന്തെങ്കിലും വാസ്തുദോഷം ഉണ്ടെങ്കിൽ നമുക്കത് ഒരു പക്ഷെ പരിഹരിക്കാൻ അറിഞ്ഞുകൂടാങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്ന ഏതെങ്കിലും വാസ്തു വിദഗ്ധനെ കാണിച്ച് അവരെ നോക്കിയിട്ട് ആ വാസ്തുദോഷങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പോൾ കുറെ നമ്മുടെ കൺട്രോളിലാണ്. വീട്ടിലുള്ള വാസ്തുദോഷങ്ങളൊക്കെ മനസ്സിലാക്കുകയും അത് ആ ദോഷം പരിഹരിക്കാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ അങ്ങനെ ഒരു നല്ല അളവ് വരെ ആ ദോഷങ്ങൾ പരിഹരിക്കുകയും നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ കൺട്രോളിലാണ് ഈ രണ്ടാമത്തെ എർത്ത് ഫോഴ്സ് അല്ലെങ്കിൽ 30%. ഇനി മൂന്നാമത്തെ 30% നമ്മുടെ മനുഷ്യശക്തി അല്ലെങ്കിൽ ഹ്യൂമൻ ഫോഴ്സ്. ഈ ഹ്യൂമൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ദിവസവും യോഗ ചെയ്യുന്നുണ്ടായിരുന്നു, ഡെയിലി യോഗ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡെയിലി ഈവൻ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നു, ഓടുന്നു, എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നു, അതിൽ നമ്മൾ ധ്യാനിക്കുന്നു, പിന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഹ്യൂമൻ ഫോഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യശക്തിയെ വർദ്ധിപ്പിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ അത് നമ്മുടെ കൺട്രോളിലാണ്. അപ്പൊ നമുക്കൊരു പക്ഷേ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ അല്ലെങ്കിൽ യോഗയോ അല്ലെങ്കിൽ പ്രാണായാമം ഇതൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ അതൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെ പോയി നമുക്കത് പഠിക്കാം. അത് പഠിച്ചിട്ട് നമുക്ക് അത് ഉപയോഗിച്ച് നമ്മളുടെ മനുഷ്യശക്തിയെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും, അതിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനെ കൂടുതൽ പോസിറ്റീവ് ആക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ മൂന്നാമത്തെ, അതായത് എർത്ത് ഫോഴ്സും അതുപോലെ തന്നെ മനുഷ്യശക്തി, അതായത് ഹ്യൂമൻ ഫോഴ്സ്, ഇത് രണ്ടും നമുക്ക് ആ 30-60% രണ്ടും കൂടെ 30-60%. ഈ 60% നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. വി ക്യാൻ കൺട്രോൾ ഇറ്റ്. പക്ഷെ ആദ്യത്തെ 40% സ്വർഗീയ ശക്തി, നമ്മൾ ജനിച്ച സമയവുമായി ബന്ധപ്പെട്ട നമ്മുടെ പിന്നെ ജ്യോതിഷവുമായൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ, ശാപങ്ങൾ, ഇങ്ങനെ ഇതെല്ലാമാണ് ആദ്യത്തെ 40%. ആ 40%-ൽ കുറേയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും നമ്മൾ ജനിച്ചു കഴിഞ്ഞു പോയത് കൊണ്ട്, ജനന സമയം നമുക്കിനി മാറ്റാൻ സാധിക്കാത്തത് കൊണ്ട് അതിന് ഒരു പരിധിവരെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ ഒക്കില്ല. കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചേക്കാം. ഇപ്പോൾ ഒരു വലിയ മഴ, ആ മഴയെ മാറ്റാൻ പറ്റിയില്ലെങ്കിലും മഴ നനയാതെ കുട പിടിച്ചു പോകാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ ആ പിന്നെ ഗ്രഹങ്ങളുടെയൊക്കെ ആ സ്ഥാനത്തിൻ്റെയൊക്കെ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ, അല്ലെങ്കിൽ ഈ പിന്നെ നമ്മളുടെ ആദ്യത്തെ സ്വർഗീയ ശക്തിയിലുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായും അതിനെ മാറ്റാൻ ഒക്കില്ല. പക്ഷെ മഴയത്ത് കുട പിടിക്കുന്ന പോലെ നമുക്ക് വലിയ കാര്യമായ ദോഷമൊന്നും ഇല്ലാതെ ചിലപ്പോൾ പോകാനുള്ള കാര്യങ്ങൾ നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ കാരണം ഈ 30-60% നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിലാണ്. അതിൽ ഈ നമ്മുടെ പിന്നെ ഭൗമിക ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വാസ്തുശാസ്ത്രത്തിൽ ഈ 30% നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പൊ ആ കൺട്രോൾ ചെയ്യാൻ നിങ്ങളെ എനേബിൾ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ തന്നെ ആ 30% കൺട്രോൾ ചെയ്യാനും, നിങ്ങളുടെ മറ്റുള്ളവർക്ക്, അതായത് നമുക്ക് ചുറ്റുമുള്ള മറ്റുള്ളവർക്ക് പലർക്കും അവരുടെ ഈ 30% കുറവാണെങ്കിൽ, ഈ വാസ്തുശാസ്ത്രപരമായ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും അതിനെ ദൂരീകരിക്കുവാനും നിങ്ങളെ സജ്ജമാക്കുക എന്നുള്ളതാണ് ഈ കോഴ്സിന്റെ ഒരു പ്രധാന ഉദ്ദേശം. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഇതിനകത്ത് നേരത്തെ ശ്രീ ലാൽ, എൻ്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീ പി ലാൽ നേരത്തെ സംസാരിച്ചു. അദ്ദേഹം തന്നെ പറഞ്ഞു ഇതിൽ രണ്ടാണ്. ഒന്ന് എൻ്റെ ഡിപ്ലോമ കോഴ്സ് ആണ്, എൻ്റെ ബേസിക് ആയിട്ടുള്ള കോഴ്സ്. രണ്ടാമത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ്. ഇതില് ഇപ്പൊ വാസ്തുവിനെ പറ്റി കാര്യമായ ഒന്നും അറിഞ്ഞുകൂടാത്തവർ, നിങ്ങളെ വാസ്തുവിനെ പറ്റി എന്തെങ്കിലും ചെറിയ ഒന്നും അറിയാത്ത ആരും കാണില്ല, പക്ഷെ എന്നാലും കാര്യമായിട്ടൊരു നോളജ്, ഒരു അറിവില്ലാത്തവര് ഈ ബേസിക് കോഴ്സിൽ തന്നെ ചേരാം, അതായത് ഡിപ്ലോമ കോഴ്സിൽ തന്നെ ചേരണം. കാരണം ഡിപ്ലോമ കോഴ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുമുള്ള പ്രധാന വ്യത്യാസം, ഡിപ്ലോമ കോഴ്സ് തിയറി ഓറിയന്റഡ് ആണ്. വാസ്തുശാസ്ത്രത്തിലുള്ള തിയറികളും അതിൻ്റെ കാര്യങ്ങളും അതൊക്കെ കൂടുതൽ മനസ്സിലാക്കുന്നത് ഡിപ്ലോമ കോഴ്സിലാണ്. അതേസമയം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് കൂടുതലും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. ഈ തിയറി ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം കൂടുതലും ഉറക്കുന്നത് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലാണ്. നമുക്കറിയാം, ഒരു വീടിന് ഫൗണ്ടേഷൻ നന്നായെങ്കിലേ വീട് കൂടുതൽ നിൽക്കുകയുള്ളൂ. ഫൗണ്ടേഷൻ മോശമാണെങ്കിൽ ആ വീടിന് അതിൻ്റെതായ തകരാറുണ്ടാവും. അതുപോലെ ഈ ഈ കോഴ്സ് വാസ്തുശാസ്ത്രത്തിന്റെ ഫൗണ്ടേഷൻ ശരിയാക്കുക എന്നുള്ളത് ബേസിക് കോഴ്സാണ്. അപ്പോൾ അത് അറിയാവുന്ന ഫൗണ്ടേഷൻ നല്ല വേറെ ഏതെങ്കിലും കോഴ്സ് പഠിച്ചോ അങ്ങനെയൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ വാസ്തുശാസ്ത്രത്തെ പറ്റി ഒരു ഏകദേശ രൂപം അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ ചേരാം. പക്ഷെ അല്ലാത്തവര്, കാര്യമായ അറിവില്ലാത്തവര് നേരെ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ പൂർണ്ണമായിട്ടും അതങ്ങോട്ട് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഒന്നും വരാം. കാരണം രണ്ടിൻ്റെയും ലെവൽ ഓഫ് ടീച്ചിങ്, പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ ലെവൽ കുറച്ച് വ്യത്യാസമുണ്ട്. അത് കുറച്ചൊരു ബേസിക് നോളജ് ഉള്ളവരെ പഠിപ്പിക്കുന്ന വിധത്തിലാണ് നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിൽ ക്ലാസ് എടുക്കുന്നത്. അതേസമയം ഫ്രഷ് ആയിട്ടുള്ള ഇതിനെപ്പറ്റി കാര്യമായിട്ടൊരു നോളജ് ഇല്ലാത്തവരെ പഠിപ്പിക്കുന്ന പോലെയാണ് ബേസിക്കിൽ അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സിൽ പഠിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ആലോചിക്കണം. കാരണം ഈ വാസ്തുശാസ്ത്ര പിന്നെ നമുക്ക് ഒരു വീടുണ്ടെങ്കിൽ ആ വീടിന്റെ നീളം വീതിയൊക്കെ കണ്ടുപിടിക്കാനൊക്കെ വാസ്തുശാസ്ത്രം വളരെ കൃത്യമായ കണക്കുകളൊക്കെ ഉണ്ട്. വളരെ കൃത്യമായ കണക്കുകളുണ്ട്. എങ്ങനെയാണ് നീളം കണ്ടുപിടിക്കേണ്ടത്, വീതി കണ്ടുപിടിക്കേണ്ടത്, പൊക്കം കണ്ടുപിടിക്കേണ്ടത്, പൊക്കത്തിനൊക്കെ കണക്ക് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതൊക്കെ നമുക്ക് ആ ബേസിക് കോഴ്സിലാണെങ്കിൽ അതിന്റെ കൂടുതൽ, കാരണം ഇത് എങ്ങനെയാണ് ഇത് ഓരോന്നും ചെയ്യുന്നത് അതിൻ്റെയൊക്കെ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ നിന്ന് പഠിപ്പിക്കുന്ന ആ മെത്തേഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിൽ കാണില്ല. പക്ഷെ അതേസമയം അത് തുടക്കം മുതൽ ശരിക്കും മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിപ്ലോമ കോഴ്സ് പഠിക്കണം. ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞവർക്കുള്ള ശരിക്കുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു ബേസിക് ആയിട്ട് നല്ലൊരു ഐഡിയ ഉള്ളവർക്കാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ തന്നെ അതിൻ്റെ ഒരു നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രമാത്രം ഈ ഇതിലുള്ള അറിവുണ്ട്. അപ്പോൾ അത് ലാലുമായിട്ട് നിങ്ങളുടെ ഇതിൻ്റെ നോളജ് നിങ്ങൾ ഒരു പക്ഷേ ലാലിനോടൊക്കെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ഇന്നതെല്ലാം പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഹി ക്യാൻ ആൾസോ അഡ്വൈസ് യു. അങ്ങനെ നിങ്ങൾക്ക് അഡ്വൈസ് ബേസിക് കോഴ്സ് ചേരുന്നതാണ്, ഡിപ്ലോമ കോഴ്സ് ചേരുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് ചേരാം. കാരണം ഇതിൽ ഡയറക്റ്റായിട്ട് ചേരാൻ പറ്റും. പക്ഷെ ഒരു ഐഡിയ ഇല്ലാത്തവർക്ക്, വാസ്തുശാസ്ത്രത്തെ പറ്റി കാര്യമായ ഐഡിയ ഇല്ലാത്തവർക്ക് നേരെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിൽ ചേർന്നാൽ ഫോളോ ചെയ്യാൻ അല്പം ഒരു പ്രയാസമായിരിക്കും. കാരണം ഇതിനകത്ത് ചില ഫോമുലകളൊക്കെ ഉണ്ട്. ഫോമുല നേരിട്ട് അപ്ലൈ ചെയ്യുകയാണ് പോസ്റ്റ് ഗ്രാജുവേറ്റിൽ. ഈ ഫോമുല എങ്ങനെ കിട്ടും, ഈ ഫോമുല എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്, ആ വളരെ പ്രധാനപ്പെട്ട ചില ഫോമുലകളൊക്കെ വാസ്തുശാസ്ത്രമുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഡിപ്ലോമ കോഴ്സിലെ പഠിക്കുള്ളൂ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുള്ളൂ. അത് ഉപയോഗിച്ച് കാര്യങ്ങൾ കാണുന്നു. ബേസിക്കലോ പഠിക്കും, പക്ഷെ അത് കുറച്ച് അഡ്വാൻസ് സ്റ്റേജിൽ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ പഠിക്കും. പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വയമായിട്ട് നമുക്ക് ഒരു കൺസൾട്ടൻസി നടത്തത്തക്കോണം, ഒരു വാസ്തു കൺസൾട്ടൻസി നമുക്ക് സ്വയം നടത്തത്തക്കോണം ആ ലെവലിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സിലബസ്. പക്ഷെ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറുതെ കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ കോഴ്സിന് പൈസ അടച്ചതുകൊണ്ടോ നിങ്ങൾക്ക് ഇത് കിട്ടില്ല. ക്ലാസ്സുകളിൽ വരണം. കോഴ്സ് ജോയിൻ ചെയ്യുകയും എല്ലാ ക്ലാസ്സും മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുകയും ചെയ്താൽ യാതൊരു സംശയമില്ല. അത് എൻ്റെ ഒരു അധ്യാപകൻ എന്നുള്ളതിൽ ഞാൻ ഉറപ്പ് തരാം. നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞ വാസ്തുവിൻ്റെ ഒരു നല്ലൊരു ഐഡിയ ഉണ്ടാവുകയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വാസ്തു കൺസൾട്ടൻ്റായിട്ട് പോകാനും എത്ര ഇതായാലും അവിടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ ഉയർത്തിപ്പിടിച്ച് നിൽക്കാനും കഴിയത്തക്കവണ്ണം നിങ്ങളെ ഈ ഒരു അറിവ്, ഈ ഒരു വളരെ വലിയൊരു അറിവാണ് നമുക്ക്. കാരണം നമ്മുടെ ഞാൻ ഇപ്പൊ ആദ്യം പ്രാർത്ഥനയിൽ പറഞ്ഞു ഭൃഗർ അത്രി വസിഷ്ഠ, ഭൃഗുർ മഹർഷി, അത്രി മഹർഷി, വസിഷ്ഠ മഹർഷി തുടങ്ങിയ ഭൃഗർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമ്മ മയസ്തത, വിശ്വകർമാവ് മയൻ, അങ്ങനെ 18 ആചാര്യന്മാർ. അവസാനം പറയുന്നുണ്ട് അഷ്ടാദശൈത വിഖ്യാത, അഷ്ടാദശൈത വിഖ്യാതം, അഷ്ടം 8 ദശം 10, അഷ്ടാദശം 18, അഷ്ടാദശൈത വിഖ്യാത. ഈ വിഖ്യാതന്മാരായ 18 പേർ ഭൃഗർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമ്മ മയസ്തത, നാരദോ നഗ്നജിത് ചൈവ, വിശാലാക്ഷ പുരന്ദര, ബ്രഹ്മ കുമാരോ നന്ദിശക, ശൗനകോ ഗർഗ ഏവജ, വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി. 18 പേരായി. ഈ 18 പേര് നമുക്ക് ഈ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ പ്രപഞ്ച രഹസ്യങ്ങളിൽ നിന്നും അവരുടെ ധ്യാനത്തിൽ കൂടിയും അവരുടെ തപശക്തിയിൽ കൂടിയൊക്കെ ഈ വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അവർ ഉൾക്കൊള്ളുകയും അത് നമ്മെ പോലെയുള്ള സാധാരണക്കാരുടെ ഗുണത്തിന് വേണ്ടി, പ്രയോജനത്തിന് വേണ്ടി നമുക്ക് തന്നിട്ടുള്ളതാണ് ഈ വാസ്തുശാസ്ത്രം. അത് വളരെ ഡിവൈനായിട്ടുള്ള, സാധാരണ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ മലയാളം ചരിത്രമൊക്കെ പഠിക്കുന്നത് പോലെ അല്ല ഇത് പഠിക്കേണ്ടത്. ഇറ്റ്സ് എ ഡിവൈൻ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഇറ്റ്സ് എ ഡിവൈൻ സബ്ജക്റ്റ്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് അതുപോലെയുള്ള ആ ഒരു ബോധത്തോടു കൂടി നമ്മളൊരു, കാരണം ഇതിൽ എല്ലാവർക്കും ഇത് പഠിക്കാനുള്ള ചാൻസ് കിട്ടാറില്ല. ലക്ഷക്കണക്കിന് ആളുകളുള്ളവരിൽ വളരെ കുറച്ച് പേർക്ക് ഈ ഇതുപോലുള്ള സബ്ജക്റ്റുകൾ, അതായത് ഈ ഭാരതീയ പൗരാണിക ശാസ്ത്രങ്ങൾ പഠിക്കാനുള്ള ചാൻസ് കിട്ടുകയുള്ളൂ. ആ ചാൻസ് കിട്ടുന്നത് തീർച്ചയായിട്ടും നമുക്കെല്ലാം ഒരു നമ്മൾ
സ്പെഷ്യലായിട്ടുള്ള ഇത് കിട്ടാൻ യോഗ്യരായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് മാത്രമാണ് നമുക്കിത് കിട്ടുന്നത്. അല്ലാത്തവർക്ക് ഈ രംഗത്തേക്ക് വരാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളൊക്കെ വന്നത് നിങ്ങൾ ആ ഒരു ഇതിൽ വന്ന് ആ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിനായിട്ട് പറയുന്നില്ല. കാരണം സബ്ജക്റ്റ് നമ്മൾ അടുത്ത ക്ലാസ് വരെ എടുക്കുള്ളൂ. അടുത്ത ക്ലാസ് നമ്മൾ അതിൻ്റെ സിലബസ് ഒക്കെ തരും. 2 കോഴ്സിൻ്റെ, അതായത് ഡിപ്ലോമ കോഴ്സിൻ്റെയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൻ്റെയും ആ സമയത്ത് അതിൻ്റെ സിലബസുകളൊക്കെ തന്നിട്ട് നമ്മൾ ക്ലാസ്സുകളൊക്കെ തുടങ്ങും. എന്തെങ്കിലും സംശയങ്ങൾ ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ അതിൽ ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ ഉത്തരം പറയാം. അല്ലെങ്കിൽ ക്ലാസ്സുമായിട്ടോ ക്ലാസ്സിൻ്റെ മറ്റ് അതിൻ്റെ നടത്തിപ്പുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ഡയറക്ടർ ശ്രീ ലാൽ അദ്ദേഹം എൻ്റെ മറുപടി പറയും. അപ്പോൾ എന്തെങ്കിലും നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് നമുക്ക് പറയാം. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കും. നമസ്തേ. വേണുഗോപാൽ, സ്ഥലം എവിടെയാണ്? സ്ഥലം ഞാൻ കായംകുളം ഓച്ചിറയാണ് സാറേ. ഞാനിപ്പോ ഇപ്പൊ അബുദാബിന്നാണോ? അബുദാബിയിലാണ് സാറേ. സ്വർഗീയ ശക്തി, ഭൗമിക ശക്തി, മനുഷ്യ ശക്തി എന്നല്ലേ സാർ? മൂന്നെണ്ണമായിട്ട് ലെറ്റർ പറഞ്ഞു സാർ. എയർഫോഴ്സ് ആൻഡ് ഹ്യൂമൻ ഫോഴ്സ്. ഹ്യൂമൻ ഫോഴ്സിന് മനുഷ്യശക്തി. ഈ 3 ശരമായിട്ട് നമുക്ക് എന്ത് ഗുണമായാലും ദോഷമായാലും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ ഗുണങ്ങളും നമുക്ക് എല്ലാ ദോഷഫലങ്ങളും ഗുണഫലങ്ങളും ഉണ്ടാകാറുണ്ട്. എല്ലാ ദോഷഫലങ്ങളുടെയും മൂല കാരണം എന്ന് പറയുന്നത് 3 ഇതാണ്. ഈ 3 കാര്യങ്ങളാണ് വാസ്തുശാസ്ത്രം, പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ കുത്തില് ഫെങ്ഷി പഠിപ്പിക്കുന്നുണ്ട്. ചൈനീസ് വാസ്തുശാസ്ത്രം. ചൈനീസ് വാസ്തുശാസ്ത്രത്തിലാണ് ഇതിനെപ്പറ്റി, അതായത് ടിയൻ ചാൻ പിന്നെ ഹ്യൂമൻ ഫോഴ്സ് അല്ലെങ്കിൽ മനുഷ്യശക്തി കൂടുതൽ പോസിറ്റീവായിട്ട് വരും. പ്രാണായാമം, ദിവസവും പ്രാണായാമം ചെയ്യുക. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ദിവസവും പ്രാണായാമം ചെയ്യുക, യോഗ ചെയ്യുക. ഈവൻ ഫിസിക്കൽ എക്സസൈസും യോഗയുടെ അത്രയും ഇല്ലെങ്കിൽ തന്നെ പോസിറ്റീവായി വർദ്ധിപ്പിക്കാൻ ഫിസിക്കൽ എക്സസൈസ് നല്ലതാണ്. പ്രാർത്ഥന, ദിവസവും പ്രാർത്ഥിക്കുന്നവർക്ക് നല്ലതാണ്. ധ്യാനം, മെഡിറ്റേഷൻ, അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ മനുഷ്യശക്തി അല്ലെങ്കിൽ ഹ്യൂമൻ ഫോഴ്സിനെ വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ പോസിറ്റീവ് ആക്കാൻ, അല്ലെങ്കിൽ അതിനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. ഹലോ, ഒരൊക്കെ ഇടയ്ക്ക് കയറി വരും. നമുക്ക് മറ്റെന്തെങ്കിലും സംശയം? നിങ്ങൾക്ക് വീടുമായിട്ട് ബന്ധപ്പെട്ട് വാസ്തുവായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഒന്നും സംശയമൊന്നുമില്ല. ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഇതിൻ്റെ അതാണെങ്കിൽ നമ്മുടെ ശ്രീ ലാൽ അദ്ദേഹം മറുപടി പറയും. സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് ഞാൻ പറയാം. ഹലോ സാർ. സാറേ, പിന്നെ ക്ലാസ്സിന് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ കിട്ടുമോ? ഇതിന് അതേമാതിരി ക്ലാസിന്റെ വീഡിയോ ഉണ്ടാവോ? വീഡിയോയുടെ കാര്യം ശ്രീ ലാൽ പറയും. മറ്റേ സ്റ്റഡി മെറ്റീരിയൽ 3 പുസ്തകങ്ങളുണ്ട്. പിന്നെ വോളിയം 1, വോളിയം 2, വോളിയം 3 എന്ന് പറഞ്ഞ 3 പുസ്തകങ്ങളത് പിന്നെ ഞാൻ തന്നെ എഴുതിയ പുസ്തകങ്ങളാണത്. അപ്പോൾ അതിൻ്റെ ആ 3 പുസ്തകങ്ങൾ ഏതാണ്ട് പിന്നെ ഡിപ്ലോമ കോഴ്സിന് ഈ 3 പുസ്തകങ്ങൾ ഒരുമാതിരി നല്ല അതിൻ്റെ സിലബസ് ഏതാണ്ട് കംപ്ലീറ്റ് കവർ ചെയ്യത്തക്കൊണ്ടാണ് ആ 3 പുസ്തകങ്ങളുള്ളത്. അതേസമയം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് ഈ പുസ്തകങ്ങൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ പുസ്തകത്തിലില്ല. അത് ശരിക്കും മുഖാമുഖത്തിൽ നിന്ന് കിട്ടിയാലേ ഒക്കുള്ളൂ. കാരണം ആ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പുസ്തകം വായിച്ച് പഠിക്കേണ്ട കാര്യങ്ങളല്ല. അത് കുറെ കൂടെ നമ്മൾ ഡീപ്പായിട്ട് പോകുന്ന കാര്യങ്ങളാണ്. അത് ഒരു അധ്യാപകന്റെ അല്ലെങ്കിൽ ഗുരുവിന്റെ കീഴിൽ നേരിട്ട് മനസ്സിലാക്കിയാൽ അതിന്റെ ആ ഫലം ഉണ്ടാവുള്ളൂ.
അതൊക്കെ സർ വരുമ്പോ അറിയാം. PG ഡിപ്ലോമ കോഴ്സിന് ചേരുകയാണെങ്കിൽ നമുക്ക് ബുക്ക് കിട്ടല്ലോ, വാങ്ങിക്കാമല്ലോ അല്ലേ? ബുക്ക് വാങ്ങിക്കാം, ബുക്ക് ആർക്കും കിട്ടും. പക്ഷെ ഇത് പിന്നെ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് നേരെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കുറച്ചൊരു അതുപോലെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം കുറെ ഒരു ഐഡിയ ഉള്ള ആൾക്ക് ഇപ്പൊ നമ്മള് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരുപോലെ അല്ലല്ലോ എന്ന് പറയുന്നത് പോലെ ഇതിന് കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഇതിനെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ശരിയായിട്ടുള്ളവർക്ക് മാത്രമേ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ വലിയ പ്രയോജനമുള്ളൂ. മനസ്സിലാവുണ്ട് സാർ. സാർ അതേപോലെ നമുക്ക് വീഡിയോ കിട്ടും സാർ, അത് ലാല് പറയാൻ പറ്റി. അതെ സർ. പിന്നെ നമ്മളെ ഈ സ്ഥാപനത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അതൊന്ന് കൂടി പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. സ്ഥാപനത്തിന്റെ സ്ട്രക്ചർ, വീഡിയോയുടെ കാര്യങ്ങള് ലാൽ ഉണ്ടോ? അറ്റൻഡ് ചെയ്യുന്നുണ്ട് ലാൽ? ഹലോ, ലാലുണ്ട്. സാർ നമ്മള് ചോദിക്കണെന്ന് വെച്ചല്ലേ, നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ കിട്ടോ, പിന്നെ നമുക്ക് ക്ലാസിന്റെ വീഡിയോ കിട്ടോ എന്നുള്ളതൊക്കെയാണ്. സ്റ്റഡി മെറ്റീരിയല് പിന്നെ നമ്മളിപ്പോ ബേസിക് ക്ലാസ്സുകാരെ സംബന്ധിച്ച്, ഡിപ്ലോമ ക്ലാസ്സുകാരെ സംബന്ധിച്ച് നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഇവിടുന്ന് സ്റ്റഡി മെറ്റീരിയലായിട്ട് 3 ബുക്കുകൾ അയച്ചു തരുന്നതാണ്. പിന്നെ PG കാർക്ക് ആവശ്യമെങ്കിൽ അത് അതിന്റെ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ആ ബുക്ക് നിങ്ങൾക്ക് അയച്ചു തരും. പിന്നെ വീഡിയോസ് നമ്മള് പിന്നെ കുറെ അധികം വീഡിയോസ് നിങ്ങൾക്ക് തരാൻ ശ്രമിക്കും. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് തരാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് ചിലപ്പം കിട്ടത്തില്ല. എന്നാലും മാക്സിമം വീഡിയോസ് നമുക്ക് തരാൻ ശ്രമിക്കും. കാര്യം നമ്മള് നെറ്റ്വർക്ക് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പല തവണ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ റെക്കോർഡിങ് എന്തെങ്കിലും തകരാറ് സംഭവിക്കാം. അപ്പൊ നമ്മൾ അതിന് ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇങ്ങനെ അത് തരാമെന്നുള്ള കാര്യത്തിൽ. എങ്കിലും കഴിവതും നമ്മൾ വീഡിയോകൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ സാർ. സാർ പിന്നെ നമ്മളെ സ്ഥാപനത്തിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് പറഞ്ഞാല് ഏകദേശം നമ്മളൊരു 8 വർഷമായി തുടങ്ങിയിട്ട്, ആദ്യം നമ്മള് പിന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. പ്രധാനമായിട്ടും നമ്മളിവിടെ ജ്യോതിഷ ക്ലാസ്സുകളായിരുന്നു. പിന്നീട് നമ്മളെ ഇവിടുത്തെ ഒരു കൊറോണയൊക്കെ വന്നുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ആ സാഹചര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് നമ്മളാണ് ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയത്. ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോഴത്തേക്ക് ഉണ്ടായെന്ന് വെച്ചാൽ വളരെ ദൂരത്തു നിന്നൊക്കെ ആൾക്കാർക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അങ്ങനെ നമ്മൾ പല പല ക്ലാസ്സുകൾ ആരംഭിച്ചു. പ്രധാനമായിട്ടും ജ്യോതിഷത്തിൻ്റെ തന്നെ ബേസിക് ജ്യോതിഷവും പിന്നെ അതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ജ്യോതിഷം, പ്രശ്നം, മുഹൂർത്തം, പിന്നെ അതുപോലെ തന്നെ പിന്നെ ദേവപ്രശ്നം, അങ്ങനെയുള്ള ക്ലാസ്സുകൾ, പിന്നെ പാമസ്ട്രിയുടെ ക്ലാസ്സുകളുണ്ട്, പിന്നെ പെൻഡിലെ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ ക്ലാസ്സുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിവിധ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചു. അതിനോടൊപ്പം പിന്നെ വാസ്തുവിൻ്റെ ക്ലാസ്സുകളും നമ്മൾ ആരംഭിച്ചു. ഇതിപ്പോൾ 7ാമത്തെ ബേസിക് നമ്മുടെ പിന്നെ ഡിപ്ലോമ ക്ലാസ് എന്ന് പറഞ്ഞാൽ 7ാമത്തെ ബാച്ചാണിത്. 7 ബാച്ചുകൾ നമ്മൾ ഇതിപ്പോൾ 6 ബാച്ചുകളിൽ കഴിഞ്ഞു. 6ാമത്തെ ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് തീരാറായ ക്ലാസ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. പിന്നെ ഇപ്പോഴും നമ്മൾ നേരിട്ടുള്ള ക്ലാസ്സുകളും പല ക്ലാസ്സുകളും ഉണ്ട്. പിന്നെ ജ്യോതിഷത്തിന് തന്നെ കുറച്ച് നേരിട്ടുള്ള ഹയർ ലെവൽ ക്ലാസ്സുകൾ, നേരിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. അതെല്ലാം പഠിപ്പിക്കുന്ന എല്ലാവരും പിന്നെ ഈ മേഖലയിൽ നല്ല പിന്നെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഈ ക്ലാസ്സുകളെല്ലാം എടുക്കുന്നത്. എൻ്റെ പേര് അജയലാൽ എന്നാണ്, ഞാൻ ഇതിൻ്റെ ഡയറക്ടറാണ്. ഞാൻ ഈ വിഷയങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സാറിൻ്റെ അടുത്ത് തന്നെ 2018 തൊട്ട് 2 വർഷമായിട്ട് സാറ് പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിലെ വാസ്തുശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു. അദ്ദേഹം പിന്നെ ത്തിൻ്റെ കീഴിൽ ഞാൻ പഠിച്ചതാണ്. 2 വർഷം 2 കോഴ്സുകളും ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ വാസ്തുവിദ്യാ ഗുരുകുലം അവിടെ പഠിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ കാണിപ്പേർ തിരുമേനി എടുത്ത് 2 വർഷം പഠിച്ചിരുന്നു. അങ്ങനെ വാസ്തുശാസ്ത്രത്തിൽ നല്ല രീതിയിൽ ഞാനും പഠിച്ചൊരു വ്യക്തി തന്നെയാണ്. സാറാണ് എൻ്റെ ഗുരുനാഥൻ കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിനെയാണ് ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് വിളിച്ചത്. അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തേ കേട്ടില്ല? ഇത് നമ്മൾ ഈ ഡിപ്ലോമ പിന്നെ PG ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ കൂടി വെക്കും. ഈ പരിഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ക്ലാസ്സുകൾ വെക്കും. അത് ഈ ബാച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം. ഇതിനകത്ത് നമ്മളെ വാസ്തു പരിഹാരങ്ങളൊക്കെ ഉണ്ട്, ദോഷപരിഹാരങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ പ്രാക്ടിക്കലായിട്ട് രത്നസ്ഥാപനം, പിരമിഡ് സ്ഥാപനം, അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം അതിന്റെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യുന്നത് ക്ലാസ്സുകൾ നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് വെക്കുന്നുണ്ട്. ഇതിനകത്ത് ബാക്കി അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരത്തേ ഉള്ളൂ. അതിന്റെ പ്രാക്ടിക്കലായിട്ട് സൈറ്റിൽ പോയി ചെയ്യുന്നത് അത് ആ സമയത്ത് ഇത് കഴിഞ്ഞുള്ള ഒരു കോഴ്സായിട്ട് അത് ചെയ്യുന്നുണ്ട്, ചെറിയൊരു കോഴ്സായിട്ട്. ഓക്കെ
സാറേ എന്റെ സിലബസ് എങ്ങനെയാണ്? സിലബസിലുള്ള വ്യത്യാസം എന്താണ്? ഈ PG ഡിപ്ലോമ ഇതുമായിട്ടുള്ള സിലബസ് എങ്ങനെയാണ് എന്റെ PG ഡിപ്ലോമയുടെയും ഇതിന്റെ? സിലബസിനെ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇതിന്റെ ഡിപ്ലോമ കോഴ്സ് എന്ന് പറഞ്ഞാൽ തിയറി ഓറിയന്റഡ് ആണ്. അതിന്റെ ഇതില് പറഞ്ഞ ഒരുപാട് കാര്യം. ഇപ്പൊ നമ്മളൊരു വീടിന്റെ ചുറ്റളവിൽ നിന്ന് പല കാര്യങ്ങൾ നമുക്ക് ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ, എക്സ്റ്റേണൽ പെരിമീറ്റർ, വീടോ അല്ലെങ്കിൽ ഏത് കെട്ടിടമായാലും ആ എക്സ്റ്റേണൽ പെരിമീറ്ററിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ, ആയം, വ്യയം, യോനി, നക്ഷത്രം, വാരം, തിഥി എന്നൊക്കെ പറഞ്ഞ് കുറെ ആയുസ് നിങ്ങൾ ഇപ്പൊ കേട്ട് കാണും. ചിലർക്ക് ഇതിനെപ്പറ്റി അറിയാമായിരിക്കാം. അതായത് മരണച്ചുറ്റം എന്നൊക്കെ പറഞ്ഞ ചില മുറികളുടെ മരണച്ചുറ്റാണെങ്കിൽ ഇപ്പൊ ഒരു ബെഡ്റൂമിന് മരണച്ചുറ്റാണെങ്കിൽ ആ ബെഡ്റൂം ഉപയോഗിക്കുന്നവർക്ക് മരണച്ചുറ്റം ഞാൻ മരിക്കും എന്നല്ല, ആ ഒരു ഇത് പറയുന്നത്. മരണച്ചുറ്റായ അവർ മരിക്കും എന്നുള്ളതല്ല. മരണച്ചുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അതിന് ശാസ്ത്രത്തിൽ തന്നെ പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ലെന്നാണ്. ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും അസുഖമുണ്ട്, കാര്യമായിട്ട് നമ്മൾ മരുന്നൊക്കെ എല്ലാം കറക്റ്റ് ഡോക്ടർ പറയുന്ന അനുസരിച്ചൊക്കെ മരുന്ന് കഴിക്കുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അസുഖം കൊണ്ട് മാറുന്നില്ല, പിന്നെയും അസുഖം കൂടിയെന്ന് വരാം. അത് അല്ലെങ്കിൽ നമ്മൾ വളരെ നല്ല ഹാർഡായിട്ട് നല്ലപോലൊക്കെ പഠിക്കുന്നു, നമ്മൾ വളരെ എഫേർട്ട് എടുത്ത് നല്ല ശരിക്കൊക്കെ പഠിച്ചെങ്കിലും റിസൾട്ട് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അർഹിക്കുന്ന വിധത്തിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല, പരീക്ഷയുടെ റിസൾട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഏത് കാര്യമായാലും നമ്മളെ ജോലിയിലാണെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ വളരെ ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നു, 100% ആത്മാർത്ഥത്തോട് വർക്ക് ചെയ്യുന്നു. പക്ഷെ നമ്മളല്ല മറ്റുള്ളവർക്ക് നമ്മളെക്കാൾ ബെറ്റർ റിസൾട്ട് വരുന്നു. അത്രത്തോളം വർക്ക് ചെയ്യാത്ത മറ്റു പലർക്കും നമ്മളെക്കാൾ ബെറ്റർ റിസൾട്ട് വരുന്നു, നമുക്ക് ആ ശരിക്കുള്ള റിസൾട്ട് വരുന്നില്ല. ചെയ്യുന്ന പ്രവൃത്തിക്ക് നമ്മൾ അർഹിക്കുന്ന ഒരു കിട്ടാതിരിക്കുന്നുള്ളതാണ് ഈ മരണത്തിന്റെ ഏറ്റവും, അങ്ങനെയുള്ള മുറികളിൽ ഉള്ളവർക്ക് ഏറ്റവും ആയിട്ടുള്ളത്. ഒരുപാട് ഉദാഹരണങ്ങളും എനിക്ക് നേരിട്ട് അറിയാവുന്നതുണ്ട്. സിമ്പിളായിട്ട് മാറ്റാനും വെക്കും. ഒരു ഇല്ലാത്ത നമുക്ക് മരണച്ചുറ്റ, ഇപ്പൊ മുറികളുടെ മരണച്ചുറ്റായാലും വീടിന്റെ മരണച്ചുറ്റായാലും അതുപോലെ ആയം, വ്യയം എന്നൊക്കെ പറഞ്ഞ് ഈ ചുറ്റിന്ന് കണ്ടുപിടിക്കുന്നതാണ്. ഒക്കെ ആയം എന്ന് വെച്ചാൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ടത്, വ്യയം എന്ന് വെച്ചാൽ എക്സ്പെൻസ് അല്ലെങ്കിൽ ചെലവുമായിട്ട് ബന്ധപ്പെട്ടത്. ആയത്തേക്കാൾ വ്യയം കൂടിയിരുന്നാൽ വ്യയാധിക്യ ദോഷം, വരവിനേക്കാൾ ചെലവ് കൂടും. അപ്പൊ ഈ കാര്യങ്ങളും ഇതിന്റെ കണക്കുകളും ഒക്കെ നമുക്ക് ഡിപ്ലോമ കോഴ്സിലുണ്ട്. എങ്ങനെയാണ് ഈ ആയം എന്ന് പറഞ്ഞാൽ എന്താണ്, ആയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, വ്യയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ചുറ്റ് അതെല്ലാം ഡിപ്ലോമ കോഴ്സിലുണ്ട്. അതൊക്കെ അതിന്റെ ആ ബേസിക്കിലോട്ട് നമ്മളൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിന് റിവിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ചാപ്റ്റർ റിവിഷനാണ്. ആ റിവിഷനിൽ ഒരു കണക്ക് മാത്രം നമ്മൾ ചെയ്തു പോകുന്നേ ഉള്ളൂ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ. ഡിപ്ലോമ കോഴ്സിൽ അത് കൂടുതലായിട്ട് കണക്ട് ചെയ്ത് അത് മനസ്സിലാക്കാനുള്ള, അതൊക്കെ അറിയാവുന്നവർക്ക് ഈ ആയം, വ്യയം, യോനി ഇതൊക്കെ കാണാനും മരണച്ചുറ്റ് എന്താണ്, മരണച്ചുറ്റ് കണ്ടുപിടിക്കാൻ, അതുപോലെ ഒരു വീടിന്റെ ഉത്തമമായ നീളം, വീതി, പൊക്കമൊക്കെ കണ്ടുപിടിക്കാൻ, ഇതെല്ലാം മാസ്റ്റേഴ്സിൽ വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്, എങ്ങനെയാണ് കണക്കുകളും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ അറിയാവുന്നവർക്ക് തീർച്ചയായിട്ടും പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ്, കാരണം അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് കൂടുതലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇതിൽ വരുന്നത് ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതുകൊണ്ട് അറിയാവുന്നവര് പോസ്റ്റ് ഗ്രാജുവേറ്റ് വരിക, അല്ലാത്തൊരു പിന്നെ ഡിപ്ലോമ കോഴ്സ് വരിക. ഇത് ഈ ഒരു സിലബസ് തന്നെ ഇതാണ്. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ആയം, വ്യയം, യോനി അങ്ങനെ ഒരു വീടുമായിട്ട് ബന്ധം. അതുപോലെ ഫെങ്ഷുയിലും ആ ഫെങ്ഷുയിൽ നമ്മൾ സാധാരണ ഈ ഫെങ്ഷുയും നമ്മുടെ ഭാരതീയ വാസ്തുശാസ്ത്രമായിട്ടുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫെങ്ഷിയില് അത് ചൈനീസ് വാസ്തുശാസ്ത്രമാണ് ഫെങ്ഷി എന്ന് പറയുന്നത്. അത് റിസൾട്ട് കുറച്ചുകൂടെ ക്വിക്കായിട്ട് കിട്ടും. നമ്മൾ ഒരു പരിഹാരം ചെയ്യും, ഇപ്പൊ ഇന്നൊരു പരിഹാരം ചെയ്യുന്നു, നമ്മളൊരു വീട്ടിലെ ഒരു പരിഹാരം ചെയ്തു ഫെങ്ഷിയുമായിട്ടുള്ള ബന്ധപ്പെട്ട് പരിഹാരം ചെയ്താൽ മാക്സിമം 1-2 മാസത്തിനകം അതിന്റെ റിസൾട്ട് അവിടെ നമുക്ക് കിട്ടിയിരിക്കും, ആ ഫലം കിട്ടിയിരിക്കും. 100% കിട്ടുക, സംശയമൊന്നുമല്ല. നമ്മൾ ശരിക്കായിട്ട് പഠിച്ച വിധത്തിൽ ശരിയായിട്ട് ചെയ്യേണ്ട വിധത്തിലാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് ഫലം 100%. അത് ഭാരതീയ വാസ്തുശാസ്ത്രമായാലും. പക്ഷെ ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ കുറച്ചുകൂടെ കാലതാമസം വരും. ഇപ്പൊ നമ്മൾ ഈ ചുറ്റ് കറക്റ്റ് ചെയ്യുന്നു, ഒരു വീടിന്റെ ചുറ്റ് മോശമാണ്, ആയത്തേക്കാൾ വ്യയം കൂടുതലാണ് ചുറ്റില്, അല്ലെങ്കിൽ മരണച്ചുറ്റാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചുറ്റൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള മെത്തേഡുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിരിക്കട്ടെ. പക്ഷെ അങ്ങനെ കറക്റ്റ് ചെയ്താൽ അതിന്റെ റിസൾട്ട് വരാൻ ഒരു സാധാരണ ഒരു മാസങ്ങൾ, ചിലപ്പോൾ 1 വർഷം വരെ അല്ലെങ്കിൽ എടുക്കാറുണ്ട്. ഈ പിന്നെ നമ്മുടെ ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരമുള്ള കറക്ഷൻസിന് റിസൾട്ട് കിട്ടാൻ. പക്ഷെ ഒരിക്കൽ റിസൾട്ട് കിട്ടിയാൽ അത് പെർമനന്റ് ആണ്. പക്ഷെ ഇപ്പൊ നമ്മളെ പിന്നെ അറിയാം, നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു കറക്ഷൻ ചെയ്യുന്നു, അത് 1 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ കറക്ഷൻ ഒരു ഗുണമുണ്ടായാൽ ഈ കറക്ഷൻ കാരണമാണ് ഈ ഗുണം ഉണ്ടായതെന്ന് പോലും നമുക്ക് ചിലപ്പം ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഇതുണ്ട്. ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരമുള്ള പരിഹാരങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടാൻ കുറച്ച് കൂടുതൽ ഡിലേ വരും. അതേസമയം ഫെങ്ഷിക്ക് പെട്ടെന്ന് കിട്ടും. അപ്പൊ ഇന്റഗ്രേറ്റഡ് വാസ്തു എന്ന് പറഞ്ഞാൽ അതായത് സംയോജിത വാസ്തുശാസ്ത്രം എന്ന് പറയും. ഈ രണ്ടും കൂടി, ഇത് ഭാരതീയ വാസ്തുശാസ്ത്രവും ഫെങ്ഷിയും പിന്നെ വേറെ ചില കാര്യങ്ങളുണ്ട്, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള വളരെ ഒരു മനോഹരമായിട്ട് ഇതെല്ലാം കൂടെ
പിന്നെ ചേർന്നിട്ടുള്ള ഒരു ഇതാണ് ഇന്റഗ്രേറ്റഡ് വാസ്തു, അല്ലെങ്കിൽ മലയാളത്തിൽ അതിന് സംയോജിത വാസ്തുശാസ്ത്രം എന്ന് പറയും. ആ സംയോജിത വാസ്തുശാസ്ത്രത്തിൽ രണ്ടിൻ്റെയും അപ്പൊ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അതിൽ ഫെങ്ഷുയി ഉണ്ട്, ഭാരതീയ വാസ്തുശാസ്ത്രമുണ്ട്. ഇത് രണ്ടും ഉള്ളത് കൊണ്ട് റിസൾട്ട് ക്വിക്കായിട്ട് കിട്ടുകയും ചെയ്യും. കുറച്ച് അതായത് നമ്മുടെ ഭാരതീയ വാസ്തുശാസ്ത്രത്തിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഫെങ്ഷുയുടെ റിസൾട്ട് നമുക്ക് കിട്ടും. ആ റിസൾട്ട് അങ്ങോട്ട് കുറെ കഴിച്ചിട്ട് ഈ ഫെങ്ഷുയുടെ റിസൾട്ട് സ്ഥായിയല്ല, കുറെ കഴിയുമ്പോൾ ആ റിസൾട്ട് അതുപോലെ നിന്നെന്ന് വരില്ല ഫെങ്ഷുയുടെ. അപ്പൊ അങ്ങനെ അതിന്റെ റിസൾട്ട് ഒന്ന് കുറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് മറ്റേ നമ്മുടെ ഭാരതീയ വാസ്തുശാസ്ത്രത്തിന്റെ കറക്ഷൻ ചെയ്തതിന്റെ എഫക്റ്റ് അവിടെ വരും. അപ്പൊ പെട്ടെന്ന് കിട്ടാനും റിസൾട്ട് കിട്ടാനും ആ കിട്ടുന്ന റിസൾട്ട് സ്ഥായിയായി നിൽക്കുന്ന ഈ രണ്ടും കൂടെ വരുന്നതുകൊണ്ട്, അതായത് ചൈനീസ് വാസ്തുശാസ്ത്രവും ഭാരതീയ വാസ്തുശാസ്ത്രവും രണ്ടും കൂടെ ഇന്റഗ്രേറ്റഡ് വാസ്തു വരുന്നതുകൊണ്ട് ഇന്ന് ഇന്റർനാഷണൽ ലെവലിൽ, അന്തർദേശീയ നിലവാരത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പിന്നെ ഇത് ചെയ്യുന്നത് ഈ ഇന്റഗ്രേറ്റഡ് വാസ്തു അല്ലെങ്കിൽ സംയോജിത വാസ്തുശാസ്ത്രമാണ്. അപ്പൊ അതും നിങ്ങൾക്കുണ്ട് പഠിക്കാൻ. നിങ്ങൾക്ക് ഈ കോഴ്സിൽ, അതായത് ബേസിക് കോഴ്സ്, അതായത് ഡിപ്ലോമ കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് സംയോജിത വാസ്തുശാസ്ത്രവും അതുപോലെ ചൈനീസ് ഫെങ്ഷി ഒക്കെ അതൊക്കെ സിലബസ് വന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ഡീപ്പായിട്ട് പോകില്ല, കാരണം അത് ഫെങ്ഷി പഠിക്കാൻ തന്നെ വളരെ സമയം വേണ്ടി വരും. പക്ഷെ അതിൽ നമുക്ക് ആവശ്യമുള്ള ഒരു വീട് പരിശോധിക്കുക അല്ലെങ്കിൽ ഒരു കെട്ടിടം പരിശോധിക്കുക, അവിടെ കറക്ഷൻ ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ബേസിക്കിൻ്റെ, അതായത് ഡിപ്ലോമ കോഴ്സ് എൻ്റെ സിലബസ് ശരിയാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ കൂടുതലായിട്ട് വരുന്നത് പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലായിരിക്കും. അപ്പോൾ ഒരു ഇത് മനസ്സിലായില്ല, അതിൻ്റെ ബേസിക്കിൻ്റെയും ആ ഡിപ്ലോമയുടെയും പോസ്റ്റ് ഗ്രാജുവേറ്റ് മനസ്സിലായില്ല. അത് ചോദിച്ചു സുജിത്താണ് തോന്നുന്നത് അല്ലേ? സുജിത് കുമാർ മനസ്സിലായല്ലോ? ഹലോ സാറേ, നമ്മളെ റെഫർ ചെയ്യുന്ന ഗ്രന്ഥങ്ങളുടെ കൂടി ഒന്ന് പറഞ്ഞു സാറേ, മയമതം മറ്റ്. അതായത് ഞാൻ ശരിക്കും, അതായത് പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് വാസ്തുശാസ്ത്രം ഇത് ഫോളോ ചെയ്യുന്നത് മനുഷ്യാലയ ചന്ദ്രികയാണ്. തിരുമംഗലത്ത് നീലകണ്ഠ മൂസൻ, അദ്ദേഹം ഏതാണ്ട് 750 വർഷങ്ങൾക്ക് മുമ്പ് സംസ്കൃതത്തില് അവിടെയാണ് മനുഷ്യാലയ ചന്ദ്രിക. അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ അത് ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്ന പുസ്തകം എന്ന് പറയുന്നത് മനുഷ്യാലയ ചന്ദ്രികയാണ്. അതേസമയം നമ്മൾ തമിഴ്നാട്ടിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്ന മയമതമാണ്. മയമതം വളരെ പ്രാചീന ഗ്രന്ഥമാണ്. മയമതമാണ് തമിഴ്നാട്ടിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആന്ധ്രാപ്രദേശ് അതുപോലെ കർണാടക ആ ഭാഗത്തൊക്കെ പോയി അവിടെ മാനസാര എന്ന് പറഞ്ഞാൽ അതും പൗരാണിക ഗ്രന്ഥമാണ്. അതാണ് അവിടെ കൂടുതൽ ഫോളോ ചെയ്യുന്നത്. അവിടെ പഠിക്കുന്നു, അവിടെ പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ കൂടുതലും മാനസാരയാണ്. നോർത്ത് ഇന്ത്യയിലോട്ട് പോയാൽ ബൃഹത്സംഹിതയാണ്. ബൃഹത്സംഹിത അതിനകത്ത് ജ്യോതിഷമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വാസ്തുശാസ്ത്രപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ബൃഹത്സംഹിതയിൽ പറയുന്നുണ്ട്. അപ്പൊ അത് നോർത്ത് ഇന്ത്യയിൽ കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്ന ബൃഹത്സംഹിതയാണ്. അപ്പൊ ഞാൻ എൻ്റെ ഈ ക്ലാസ്സിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതായാലും ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതായാലും ഈ 4 പുസ്തകങ്ങളിൽ, അതായത് മനുഷ്യാലചന്ദ്രിക, മയമതം, മാനസാര, ബൃഹത്സംഹിത, ഇത് 4 ഞാൻ ഫോളോ ചെയ്യുന്ന ഗ്രന്ഥം. ഇതെല്ലാം വേറെ വളരെ ഗ്രന്ഥങ്ങളുണ്ട്, പക്ഷെ എല്ലാം കൂടെ ഫോളോ ചെയ്യാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. ഇത് നമ്മൾ ഏതെങ്കിലും കുറച്ച് ഗ്രന്ഥം, ഞാൻ ഈ 4 ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ മോശമാണെന്ന് പറയുന്ന കാര്യം ഞാൻ ചെയ്യില്ല. ഒരുപാട് ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം പിന്നെ മനുഷ്യാലയ ചന്ദ്രികയിൽ പറയുന്നുണ്ട്, നമ്മുടെ കേരളത്തിലൊക്കെ മിക്കവാറും പല വീടുകൾക്ക് നമുക്കറിയാം മനുഷ്യാലയ ചന്ദ്രിക ഫോളോ ചെയ്യുന്നവരായതുകൊണ്ട് നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് അടുക്കള. ഞാൻ ചെറിയ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞിട്ട്, കാരണം ഇതൊക്കെ ഇപ്പം ഈ സമയത്ത് പറയേണ്ടതല്ലേ ഇത്, എന്നാലും ചോദിച്ചത് കൊണ്ട് പറയുകയാണ്. നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള വരുന്നത് ആകാമെന്ന് മനുഷ്യാലയന്ദ്രിയെ പറയുന്നുണ്ട്. കേരളത്തിൽ കൂടുതൽ ഫോളോ ചെയ്യുന്ന മനുഷ്യാലയന്ദ്രിയെ പറയുന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ പല വീടുകൾക്കും വടക്ക് കിഴക്ക് അടുക്കള കൊടുക്കുന്നുണ്ട്. അതേസമയം ഈ വടക്ക് കിഴക്ക് അടുക്കളയെ പറ്റിയുള്ള വടക്ക് കിഴക്ക് അടുക്കള വരുന്നുള്ള ദോഷങ്ങളെ പറ്റി ഒരു തമിഴ്നാട്ടില് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വാസ്തു, അദ്ദേഹം മരിച്ചുപോയി, ഇപ്പം അദ്ദേഹം ഇല്ല. അദ്ദേഹം തമിഴില് ഒരു വലിയ ഇതൊക്കെ കേരളത്തിലെ വടക്ക് കിഴക്ക് അടുക്കള എന്ന് പറഞ്ഞാണ് അദ്ദേഹം ചെയ്തത്. അതിനകത്ത് അതിന്റെ എന്തുകൊണ്ടാണ് കേരളത്തിൽ വടക്ക് കിഴക്ക് അടുക്കള വെച്ചതെന്നും അതിന്റെ ദോഷങ്ങളും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ ബൃഹത്സംഹിതയിൽ പറയുന്നത് അടുക്കളയ്ക്ക് കന്നിമൂലയും ഈശാനുമൂലയും, അതായത് തെക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കും രണ്ടും ദോഷമാണെന്നാണ് ബൃഹത്സംഹിതയിൽ പറയുന്നത്, രണ്ടും പാടില്ല എന്നാണ്. അപ്പൊ ബൃഹത്സംഹിതയിൽ വടക്ക് കിഴക്ക് അടുക്കള നല്ലതല്ല എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ വടക്ക് കിഴക്ക് അടുക്കള ഞാൻ സാറിന് കൊടുക്കാറില്ല. കാരണം ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ബൃഹത്സംഹിത. അപ്പൊ അതിൽ വടക്ക് കിഴക്ക് അടുക്കള പാടില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് വടക്ക് കിഴക്ക് അടുക്കള ഞാൻ കൊടുക്കുന്നില്ല. അതേസമയം തെക്ക് പടിഞ്ഞാറും അടുക്കള പാടില്ല, അത് എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറ് അടുക്കള മോശമാണെന്ന് എല്ലാത്തിലും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ വേറെ പറയുകയാണെങ്കിൽ
പിന്നെ മാനസാര ഞാൻ പറഞ്ഞു, ബാംഗ്ലൂരും അതുപോലെ അതായത് കർണാടകയിലും ആന്ധ്രാപ്രദേശിലൊക്കെ ഫോളോ ചെയ്യുന്ന പ്രധാനമായിട്ടും മാനസാരയാണ്. ഈ മാനസാരയെ പറയുന്നുണ്ട് 4 വശങ്ങളുടെയും മധ്യത്തിൽ ടോയ്ലറ്റ് ആകാം, പൂരിശാലയം ടോയ്ലറ്റ് ആകാം 4 വശങ്ങൾ, അതായത് തെക്കിന്റെ മധ്യം, വടക്കിന്റെ മധ്യം, കിഴക്കിന്റെ മധ്യം, പടിഞ്ഞാറിന്റെ മധ്യം, ഈ 4 വശങ്ങളുടെയും മധ്യത്തിൽ ടോയ്ലറ്റ് ആകാം എന്ന് മാനസാരയെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉദാഹരണത്തിന് നമ്മുടെ ആറന്മുള, ഞാൻ എൻ്റെ പഠിത്തം തുടങ്ങിയത് ആദ്യം ബേസിക് ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിലെ 2ാമത്തെ ബാച്ചായിരുന്നു ഞാൻ. അവിടെ ആദ്യമായിട്ട് അവിടെയാണ് പഠിത്തം തുടങ്ങിയത്. അപ്പൊ അന്ന് പിന്നെ അവിടെ ആ വാസ്തുവിദ്യാ ഗുരുകുലത്തിലെ പഠിപ്പിച്ച കഴിഞ്ഞാൽ വടക്കിഴക്ക് അടുക്കള ആകാമെന്നാണ് പഠിച്ചത്. ഇപ്പോഴും വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ കൂടി ചെയ്യുന്ന വീടുകളും ഒക്കെ വടക്കിഴക്ക് അടുക്കള കൊടുക്കുന്നുണ്ട്. പക്ഷെ ബൃഹസംഹിതയിൽ അത് അങ്ങനെ ദോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് കൊടുക്കാറില്ല. അതുകൊണ്ട് അവർ പറയുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതെല്ലാം ഈ കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ മനസ്സിലാക്കും. ഇതൊക്കെ ഓരോരുത്തരുടെയും പിന്നെ ഏത് ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് ഇതിനെപ്പറ്റി പറയുന്നത്, ഏത് ഗ്രന്ഥത്തിൽ മോശമായിട്ട്, അതേ കാര്യം തന്നെ നല്ലതായിട്ട് വേറെ ഗ്രന്ഥത്തിൽ വരുന്നുണ്ട്. അപ്പം കാമികാഗമം ആഗമ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഏറ്റവും പൗരാണികമായ ഗ്രന്ഥങ്ങളാണ് ആഗമ ഗ്രന്ഥങ്ങൾ. അതിൽ കാമികാഗമം എന്നൊരു ഗ്രന്ഥമുണ്ട്. കാമികാഗമ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇന്ന് വാസ്തുശാസ്ത്രത്തിൽ ആരും ചെയ്യുന്നൊരു കാര്യമല്ല. കാരണം കാമികാഗമത്തിൽ പറയുന്നത് തെക്ക് പടിഞ്ഞാറ്, അതായത് കന്നിമൂലയുടെ ഭാഗം, കന്നിമൂലക്കാണ് തെക്ക് പടിഞ്ഞാറ്, അതിനൊക്കെ പഠിക്കും. അപ്പൊ തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ കന്നിമൂലയുടെ ഭാഗത്ത് അടുക്കള ആകാമെന്ന് കാമികാഗമത്തിൽ പറയുന്നുണ്ട്. വളരെ ഫേമസ് ബുക്കാണ്. നമ്മൾ ഒരിക്കലും കാമികാഗമത്തെ പറ്റിയൊന്നും, കാരണം അതൊക്കെ പൗരാണിക വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ഈ കാമികാഗമം, ആ കാമികാഗമത്തിൽ തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ കന്നിമൂലയുടെ ഭാഗത്ത് അടുക്കള ആകാമെന്ന് പറയുന്നതുകൊണ്ട് മാത്രം അടുക്കള തെക്ക് പടിഞ്ഞാറ് കൊടുക്കുന്നവരുണ്ട്. തെറ്റെന്ന് പറയാൻ, കാമികാഗമം തെറ്റെന്ന് പറയാൻ നമ്മളാരും അതിനുള്ള കഴിവുള്ളവരല്ല നമ്മളാരും. പക്ഷെ അങ്ങനെ വാസ്തുശാസ്ത്രത്തിലുള്ള വിവിധ ഗ്രന്ഥങ്ങൾ, ഈ ഞാൻ പറഞ്ഞ 4 ഗ്രന്ഥങ്ങൾ, അതായത് മനുഷ്യാലേന്ദ്രിയ, മയമതം, മാനസാര, ബൃഹസംഹിത, ഇതിൽ തന്നെ പരസ്പര വ്യത്യാസങ്ങളുണ്ട്. പലർക്കും ഒരു തുടക്കക്കാർക്ക് ഒരു കൺഫ്യൂഷനാവും. പക്ഷേ ഇത് ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷനും ഇല്ല, സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഈ 4-ൽ ഏതെങ്കിലും ഒരു ബുക്കിൽ പാടില്ല എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു ബുക്കിൽ ദോഷമാണെന്ന് പറയുന്നത് ഞാൻ ചെയ്യില്ല. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഈ 4-ലും ആകാം എന്ന് പറയുന്നത് മാത്രം ചെയ്താലും നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ മറ്റവർ കുറച്ചുകൂടെ നമുക്ക് സ്ട്രെയിൻ ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷെ അത് സാധിക്കും. അങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എനിക്കറിയാം, എല്ലാവിധ ഗുണങ്ങളും ഉണ്ടാവും, സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ ആ ഒരു ഇതിലേക്കാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നത്. അപ്പൊ അത് ഈ 4 ഗ്രന്ഥങ്ങളിലും മോശം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു 4 മോശമല്ല, ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ. കാരണം ഇപ്പം പിന്നെ മാനസാരയിൽ ഞാൻ പറഞ്ഞില്ല 4 വശങ്ങളുടെയും മധ്യത്തില് ടോയ്ലറ്റ് ആകാമെന്ന് മാനസാരയെ പറയുന്നു. പക്ഷെ ബൃഹസംഹിതയിൽ പറയുന്നുണ്ട് വടക്കിന്റെ മധ്യത്തിൽ ടോയ്ലറ്റ് വന്നാൽ, വടക്കെന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിന്നെ അഷ്ടദിക്പാലകരിൽ കുബേരന്റെ സ്ഥലമാണത്. കുബേരൻ എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ അധിപനാണ്. അപ്പൊ സമ്പത്തിന്റെ അധിപനായ കുബേരന്റെ സ്ഥലമായ വടക്കിന്റെ മധ്യത്ത് ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പൊല്യൂഷനാണ്. അപ്പോൾ അവിടെ ഒരു പൊല്യൂഷൻ വന്നാൽ അത് നമുക്ക് സാമ്പത്തികമായി പ്രയാസം ഉണ്ടാക്കും, നമ്മുടെ സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് തടസ്സമായിട്ട് വരുന്ന പറയുന്നുണ്ട്. അതുപോലെ കിഴക്കിന്റെ മധ്യം, കിഴക്ക് ദേവേന്ദ്രനാണ്, ദേവേന്ദ്രന്റെ സ്ഥലമാണ് കിഴക്കെന്ന് പറയുന്നത്. ദേവേന്ദ്രന്റെ സ്ഥലമായ കിഴക്ക് ഭാഗത്തിന്റെ മധ്യത്തിലായിട്ട് നമ്മുടെ ടോയ്ലറ്റ് അല്ലെങ്കിൽ ഒരു പൊല്യൂഷൻ അവിടെ വന്നു കഴിഞ്ഞാൽ അത് ഈശ്വരാധീനത്തെ ബാധിക്കുന്നതാണ്. നമുക്ക് ദൈവാനുഗ്രഹത്തെ, നമുക്കുള്ള ദൈവാനുഗ്രഹത്തെ നമുക്ക് ബാധിക്കും. നമ്മൾ എന്തൊക്കെ ദൈവാനുഗ്രഹത്തിന് വേണ്ടി ചെയ്താലും അതിനുള്ള ഇത് കിട്ടില്ല കിഴക്കിന്റെ മധ്യത്തിൽ ടോയ്ലറ്റ് വേണം. അപ്പൊ ഇതൊക്കെ അതുകൊണ്ട് ബൃഹസംഹിതയിൽ കിഴക്കിന്റെ മധ്യത്തും വടക്കിന്റെ മധ്യത്തും ടോയ്ലറ്റ് കൊടുക്കാൻ നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് കൊടുക്കാറില്ല. ഈ എല്ലാ ഗ്രന്ഥങ്ങളിലും ആകാമെന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കും. എത്രയോ വർഷങ്ങളായിട്ട് ധാരാളം വീടുകൾക്കൊക്കെ ഞാൻ വാസ്തു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു നല്ലൊരു അറിവിലേക്ക്, ആ ഒരു അറിവ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെ എല്ലാവരെയും ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പൊ ഈ പറഞ്ഞ ചോദ്യത്തിന് സംശയം ക്ലിയർ ആയി വിചാരിക്കുന്നു. മറ്റിപ്പോ ലാൽ ചോദിച്ചത് ഇത് മതിയല്ലോ ലാൽ, ഗ്രന്ഥങ്ങളെ പറ്റി. ഈ 4 ഗ്രന്ഥങ്ങളും അതിന്റെ ട്രാൻസ്ലേഷൻ ഉണ്ട്, മലയാളം ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ആ ട്രാൻസ്ലേഷൻ വായിച്ച് പഠിച്ചാൽ നമുക്ക് ഒരുപാട്, കാരണം ഈ ക്ലാസ് വാസ്തു ക്ലാസ് മാത്രം പഠിച്ചുകൊണ്ടായില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടി ചെയ്യാന്ന് പറയാം ആ ഒരു കാര്യം കൂടെ. അതായത് ഇപ്പൊ ഇവിടെ നമ്മൾ ഡിപ്ലോമ കോഴ്സും ഉണ്ട്, അത് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സും ഉണ്ട്. ഈ 2 കോഴ്സും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കട്ടെ. വളരെ ആത്മാർത്ഥതയോടി ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി 100% നിങ്ങൾ ഇതിനകത്ത് പിന്നെ
പഠിക്കുകയും ചെയ്തു, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിച്ചു, പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. അങ്ങനെയൊക്കെ ചെയ്താലും വാസ്തുവിനെ പറ്റി അറിയേണ്ട കാര്യങ്ങളിൽ 25% നിങ്ങൾക്കാകും. 25% ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടുള്ളൂ. ഞാൻ എത്ര ആത്മാർത്ഥമായി പറഞ്ഞു തന്നാലും, നിങ്ങൾ എത്ര ആത്മാർത്ഥമായി ഈ ക്ലാസ്സുകളിൽ പങ്കെടുത്താലും ശരി, ഈ 2 കോഴ്സുകളും കൂടെ പഠിച്ചാൽ തന്നെയും 25% നോളജ്, അറിവ് മാത്രമേ നിങ്ങൾക്ക് ഈ കോഴ്സുകളിൽ നിന്ന് കിട്ടുള്ളൂ. അതാണ് ഫസ്റ്റ് 25. സെക്കൻഡ് 25 നിങ്ങൾക്ക് കിട്ടുന്നത് ഫ്രം അതർ സോഴ്സസ് ആണ്. അതർ സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള മയമത മാനസ്ഥല തുടങ്ങിയ ഗ്രന്ഥങ്ങൾ, അല്ലെങ്കിൽ വേറെ വല്ല സെമിനാറുകളൊക്കെ, പല സെമിനാറുകളും ഒക്കെ വാസ്തുവായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരും. അങ്ങനെയുള്ള സെമിനാറുകൾ അറ്റൻഡ് ചെയ്ത് മറ്റുള്ള വാസ്തു വിദഗ്ധരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുക. ഒരാളുടെ മാത്രം അഭിപ്രായം കേട്ടുകൊണ്ട് കാര്യം മറ്റു അഭിപ്രായങ്ങളും കേൾക്കുക. ചിലപ്പം ഒരു വാസ്തുവിദഗ്ധത്തിന്റെ അഭിപ്രായത്തിൽ ചിലപ്പോൾ വ്യത്യാസമായിട്ട് വേറെ വാസ്തുവിദഗ്ധത്തിന്റെ അഭിപ്രായം പെട്ടെന്ന് വരും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ റിസർച്ച് മെന്റാലിറ്റിയോട് മനസ്സിലാക്കണം. ഇതെല്ലാം ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഒരാൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അതിനൊരു കൺഫ്യൂഷനാക്കി എടുക്കാതെ നമ്മൾ ഒരു റിസർച്ച് മെന്റാലിറ്റിയോടുകൂടി, ആ ഒരു എന്തെന്ന് പറഞ്ഞാൽ ഒരു ഗവേഷണ ത്വരയോടുകൂടി നമ്മൾ ഈ കോഴ്സ് പഠിക്കണം. കാരണം ഈ കോഴ്സിൽ നമുക്ക് ഓരോ ദിവസവും പഠിക്കുമ്പോൾ ഇന്ന കാര്യം നല്ലതാണ്, ഇന്ന കാര്യം മോശമാണെന്നൊക്കെ പറയും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീട്ടിലൊക്കെ ഉണ്ടായി എന്ന് വരാം. അപ്പൊ അങ്ങനെ വരുമ്പം നിങ്ങൾ നോക്കേണ്ടത് ഈ ബന്ധുക്കളുടെ ഏതെങ്കിലും ഒരു കാര്യം അത് നല്ലതാണ്, അതിന്റെ ഗുണം, അല്ലെങ്കിൽ ഒരു കാര്യം ദോഷമാണ്. അപ്പൊ അത് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീട്ടിലോ നിങ്ങൾക്ക് പരിചയമുള്ളവരുടെ വീട്ടിലൊക്കെ ഈ കാര്യം ഉണ്ടെങ്കിൽ അവർക്ക് അതിന്റെ അനുഭവം വരുന്നുണ്ടോ? ഇപ്പോൾ ഒരു ദോഷമാണെന്നിരിക്കട്ടെ, അതുകൊണ്ട് ഇന്ന ദോഷം ഉണ്ടാകുന്ന ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന ദോഷം ഉണ്ടാകുന്നത് പഠിക്കുമ്പോൾ ആ വീട്ടിൽ ഒരു വീട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയമുള്ള ഒരു വീട്ടിൽ ആ ദോഷം ഉള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായാൽ അവിടെ അതുകൊണ്ട് പറയുന്നു ഇന്ന ദോഷം ഉണ്ടാകും, ആ ദോഷം അവിടെ ഉണ്ടാകുന്നുണ്ടോ, അഥവാ ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ഇതാണ് ആ ഗവേഷണം, ആ ഒരു റിസർച്ച്. അങ്ങനെ നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതൽ ഡീപ്പായിട്ട് പോകാൻ സാധിക്കും, കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ഓർമ്മശക്തി നിൽക്കുകയും ചെയ്യും. കാരണം ഇത് ഒരു വലിയ സമുദ്രം പോലെയാണ്. വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സമുദ്രമാണ്. ഈ ഡിപ്ലോമ കോഴ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സും പഠിച്ചു കഴിഞ്ഞാൽ ഏതാനും തുള്ളികളെ, ഈ സമുദ്രത്തിൽ നിന്ന് ഏതാനും ഡ്രോപ്സ് വെള്ളത്തിന്റെ ഏതാനും തുള്ളി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ ഒക്കുള്ളൂ. എത്ര പഠിച്ചാലും തീരില്ല. മരണം വരെ പഠിച്ചാലും ശരി, പിന്നെയും നമുക്ക് ഇഷ്ടം പോലെ പഠിക്കാൻ കിടപ്പുണ്ട്. അതുപോലെ അത്ര ഒരു ഞാൻ ഇന്നും ഒരു സ്റ്റുഡൻ്റാണ്. നിങ്ങളെ പറഞ്ഞിരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 20-25 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ന് ഞാൻ അതിൻ്റെ ഒരു വിദ്യാർത്ഥി തന്നെയാണ്. കാരണം അത് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും പല പുതിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില വീടുകളിൽ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ ഇന്നുവരെ നമ്മുടെ അനുഭവം ഇല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ചില കെട്ടിടങ്ങളിലൊക്കെ നോക്കുമ്പോൾ അനുഭവം ഇല്ലാത്ത കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പഠിത്തം എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അല്ലാതെ നമ്മൾ ഇത്ര വരെ അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് കഴിയുന്നവരെ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് പറയുന്ന അങ്ങനെയല്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മനസ്സിലാക്കിയിട്ടേ നമ്മൾ കറക്ഷൻ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ചെറിയ അവിടെ ഇവിടെയൊക്കെ മനസ്സിലാക്കണം, അങ്ങനെയുള്ളവരുണ്ട്. അതുകൊണ്ടേ കാരണം എൻ്റെ കൂടെ തന്നെ പഠിച്ച് ഇപ്പൊ ഈ കോഴ്സിൽ അങ്ങനെ വലുതായിട്ട് വന്നിട്ടില്ല. മുമ്പുള്ള ഞാൻ പല കോഴ്സുകളും ഡയറക്റ്റ് കോഴ്സുകളൊക്കെ ഞാൻ സംസ്കൃത കോളേജിലും യൂണിവേഴ്സിറ്റി സാൻസ്ക്രിറ്റ് കോളേജിലും അതുപോലെ തന്നെ പലയിടത്തും ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഈവൻ അതിന്റെ ബേസിക് അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് പോലും കംപ്ലീറ്റ് ചെയ്യാതെ കുറച്ചാൾ പഠിക്കും. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വാസ്തുവിന്റെ ബോർഡും ഒക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാവുന്ന നിയമങ്ങളൊന്നും ഇപ്പൊ ഇല്ല, ആസിറ്റീസ് ഇല്ല. പക്ഷെ അതുകൊണ്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണത്തേക്കാളേറെ ദോഷം ഉണ്ടാകും. എനിക്കതിനെ അങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്ക് ഒരുപാട് മനസ്സിലായിട്ടുണ്ട്. കാരണം അത് ശരിക്കും മനസ്സിലാക്കാതെ കുറച്ച് കാര്യങ്ങൾ ഒരു ഉപരിപ്ലവമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നോളജ് വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുക. അങ്ങനെ ഉപദേശിച്ച് അവർക്ക് ഗുണത്തേക്കാളേറെ ദോഷങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കുക. അപ്പൊ അത് എനിക്ക് പറയാനുള്ള അതേ ഉള്ളൂ, മനസ്സിലാക്കുക. കാര്യങ്ങൾ നമ്മൾ ക്ലാസ് എടുത്ത് പഠിക്കുന്നത് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുക. കാരണം ഇത് നല്ല ഇൻകം തരുന്ന ഒരു ഇതാണ് ഈ വാസ്തു എന്ന് പറഞ്ഞാൽ. കാരണം ഒരുപാട് പേര് ഇന്ന് ഇതിലേക്ക് വരുന്നുണ്ട്. എനിക്കൊരു 10-15 വർഷം മുമ്പൊക്കെ വാസ്തു നോക്കണം എന്ന് പറഞ്ഞ് വരുന്നവരെക്കാൾ വളരെ കൂടുതൽ ആൾക്കാർ ഇന്ന് വാസ്തു നോക്കണം എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും വാസ്തുവിന്റെ താല്പര്യമുള്ളവരുടെ സംഖ്യ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തുശാസ്ത്രം അതിനെപ്പറ്റി കൂടുതലൊന്നും അറിഞ്ഞുകൂടെങ്കിലും വാസ്തുപ്രകാരം വീട് ചെയ്യണം, അല്ലെങ്കിൽ വാസ്തുപ്രകാരം കെട്ടിടം ചെയ്യണം, അത് എല്ലാ മതത്തിലുള്ളവരുമുണ്ട്. ഹിന്ദുസ് മാത്രമൊന്നുമല്ല, ഹിന്ദുസും ക്രിസ്ത്യൻസും മുസ്ലിംസും. ഞാൻ ഇന്നലെ ഒരു ഹോട്ടൽ ഇവിടെ ട്രിവാൻഡ്രത്ത് വരുന്ന ഒരു വലിയ ഹോട്ടൽ വരുന്നുണ്ട്. അതിന്റെ അവർ വന്ന് വിളിച്ചുകൊണ്ട് അവരുടെ വാസ്തുവിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അത് മുസ്ലിമാണ്. അപ്പൊ അങ്ങനെ ഹിന്ദുസും മുസ്ലിംസും ക്രിസ്ത്യൻസും ഒക്കെ ധാരാളം ആൾക്കാർ ഇന്ന് ഈ ഫീൽഡിലോട്ട് വരികയാണ്. അപ്പൊ അവർക്കൊക്കെ ഇതിനകത്തൊരു വിശ്വാസം ഉള്ള ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ അങ്ങനെ ഇത് കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമുക്കറിയാം ഡിമാൻഡ് ഈസ് മോർ, സപ്ലൈ ആൾസോ മോർ. അപ്പൊ സപ്ലൈ അതനുസരിച്ച് ആ സപ്ലൈ ഇല്ലെങ്കിൽ അതിനകത്ത് ചില ബാഡ് സപ്ലൈ ഉണ്ടാവും. ശരിക്കും മനസ്സിലാക്കാതെ പോയി ഉപദേശം കൊടുക്കുന്നവർ കാണും. അതിലൊന്നായിട്ട് വരരുത്. നിങ്ങളിത് മനസ്സിലാക്കുക. ഏത് ഇതായാലും, ജ്യോതിഷമായാലും ശരി, വാസ്തുശാസ്ത്രമായാലും ശരി, ഏത് ഇതായാലും നമ്മൾ അതിൽ ആദ്യം ശരിക്കും മനസ്സിലാക്കിയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുക. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ ശരിയാക്കുക. അപ്പോൾ അതിന് എല്ലാവിധ സഹായവും എൻ്റെ ഒരു അധ്യാപകൻ എന്നുള്ള എന്നിൽ നിന്നുണ്ടാവും. 100% ആത്മാർത്ഥത്തിൽ നിവൃത്തി ഉണ്ടെങ്കിൽ നേരത്തെ അറിയിച്ച് ക്ലാസ് എന്തെങ്കിലും, മിക്കവാറും ഈ ക്ലാസ്സുകൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത ആ ഡേറ്റ് ഞാൻ അവൈലബിൾ ആയിരിക്കും. അടുത്തുള്ള കല്യാണങ്ങൾക്ക് പോലും പോകാതെ ക്ലാസ്സിന് വേണ്ടി ഞാൻ നിന്നിട്ടുണ്ട്. ശ്രീ ലാലിനോട് ചോദിച്ചാൽ അതറിയാം. നേരത്തെ തന്നെ അറിയാം. എനിക്ക് എന്തെങ്കിലും അത്ര തീരെ പോകാൻ വയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബിഫോർ ആ മന്ത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ശ്രീ ലാലിനെ അറിയിക്കും. ലാൽ അനുസരിച്ച് ക്ലാസ്സുകളൊക്കെ സെറ്റ് ചെയ്യും. അപ്പോൾ ഏതായാലും കാരണം എനിക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട് ലാൽ. കാരണം എൻ്റെ സ്റ്റുഡൻ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തന്നെയാണ് ലാൽ. അപ്പോൾ അതുകൊണ്ട് അപ്പം നിങ്ങളെല്ലാം ഞാൻ ഇതിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. നല്ല ഒരു നോളജബിൾ സെഷനായിട്ട് ഇത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ആ ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. PG അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് 16-ാം തീയതിയാണ് PG ക്ലാസ്. അതുപോലെ തന്നെ ഡിപ്ലോമ ക്ലാസ് വരുന്നത് 20-ാം തീയതിയാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഉള്ള ഗ്രൂപ്പിൽ ഇന്ന് പിന്നെ ഡിപ്ലോമക്കാർക്ക് വേണ്ടിയിട്ട് വേറൊരു ലിങ്ക് ഇടും. അപ്പോൾ അവർ അതിലേക്ക് മാറിയാൽ മതി. പിന്നീട് ആ ഗ്രൂപ്പിൽ തന്നെ തുടർന്നാൽ മതി. അപ്പോൾ ഡിപ്ലോമയുടെ ക്ലാസ് വരുന്നത് 20-ാം തീയതിയും PGയുടേത് 16-ാം തീയതിയാണ്. പിന്നെ നമ്മൾ എല്ലാ മാസവും 1-ാം തീയതിക്ക് മുമ്പായിട്ട് കൃത്യമായിട്ട് ടൈം ടേബിൾ ഇടും. എന്നാണ് അടുത്ത മാസം ഈ വരുന്ന മാസത്തെ ക്ലാസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മുൻകൂട്ടി അറിയിക്കും. ആ ദിവസങ്ങളിൽ തന്നെ ആയിരിക്കും നമ്മൾ ക്ലാസ് നടത്തുന്നത്. പിന്നെ എല്ലാ ക്ലാസ്സുകളും തുടങ്ങുന്നത് 8 മണിക്കായിരിക്കും. 8 മണി തൊട്ട് ഏകദേശം ഒരു 9:30 രാത്രി 8 മണി തൊട്ട് 9:45 വരെയാണ് നമ്മുടെ ക്ലാസ്സിന്റെ സമയം വരുന്നത്. 1-2 ക്ലാസ് കൂടി പങ്കെടുത്തതിന് ശേഷം ഒക്കെ ഫീസൊക്കെ അടച്ചാൽ മതി. കാരണം നിങ്ങൾ ക്ലാസ് ഇത് മനസ്സിലാക്കണം, നിങ്ങൾക്കൊക്കെ മനസ്സിലാകുമെന്ന് അറിയണം. ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഫീസ് അടച്ചാൽ മതി. അടുത്ത 1-2 ക്ലാസ്സുകൾക്കുള്ളിൽ അടച്ചാൽ മതി. പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ ക്ലാസ് അവസാനിപ്പിക്കും. പറഞ്ഞു. ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വീഡിയോസ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നമുക്ക് വീഡിയോസ് നമ്മൾ എല്ലാ വീഡിയോ ചില ക്ലാസ്സൊക്കെ നമ്മൾ വീഡിയോ കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അതൊഴിച്ച് നമുക്ക് മിക്കവാറും ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ചില എന്തെങ്കിലും നമ്മളുടെ നെറ്റ്വർക്ക് പ്രോബ്ലമോ എന്തെങ്കിലും കൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റാതെ വന്നാൽ അങ്ങനെയൊക്കെയുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ മാക്സിമം വീഡിയോസ് നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുന്നു. പക്ഷെ വീഡിയോ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ആബ്സെന്റ് ആകാൻ ക്ലാസ്സിലുള്ള ഗുണം എന്താന്ന് വെച്ചാല് ക്ലാസ്സിന്റെ അവസാന ഭാഗം നിങ്ങൾക്ക് ഒരു 10 മിനിറ്റോളം നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനും, നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വന്തം വീടിന്റെ ആണെങ്കിലും ചില സംശയങ്ങൾ ചോദിക്കണമെങ്കിൽ അതെല്ലാം ചോദിക്കാനും, വാസ്തുശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ തീർക്കാനുള്ള ഒരു അവസരമാണ്. നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉണ്ടാകത്തില്ല. മറ്റേ ക്ലാസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സിന്റെ അവസാനം അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ട് കഴിവതും എല്ലാവരും നേരിട്ടുള്ള ആ ക്ലാസ്സിൽ തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും സാറേ, ഒരു മാസം എത്ര ക്ലാസ് ഉണ്ടായിരിക്കും? എങ്ങനെയാണ് ക്ലാസ് വരുന്നത്? 3 ക്ലാസ്സുകളാണ്. പിന്നെ ഡിപ്ലോമ ക്ലാസ് വരുന്നത് 4 ക്ലാസ്സുകളാണ്. ഡിപ്ലോമയുടെ കാലാവധി 7 മാസവും PGയുടേത് 1 വർഷവുമാണ്. നമസ്കാരം സാർ. ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് പ്രകാശ്. ഞാൻ ചോദിക്കാനുള്ളത് വെച്ചാൽ ഈ നമ്മൾ ഇതിനകത്ത് ഈ വീട് സെറ്റ് ഔട്ട് ചെയ്യുന്നതും പിന്നെ പ്ലാൻ വരയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട മെഷർമെൻ്റ് ഒക്കെ ഡിപ്ലോമ കോഴ്സിലാണോ അതോ പോസ്റ്റ് ഡിപ്ലോമയിലാണോ വരുന്നത്? ഞാൻ ചോദിക്കാൻ കാര്യം, ഞാൻ ഈ വീട് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സിവിൽ കോൺട്രാക്ടറാണ്. അപ്പം അധിക സ്ഥലത്തും വാസ്തുപ്രകാരം കറക്റ്റ് ചെയ്തിട്ടാണ് ആളുകൾക്ക് വീട് വേണ്ടത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ബേസിക്കായിട്ട് പഠിച്ച ആളല്ല. പക്ഷേ ഇങ്ങനെ ഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റു പല വീഡിയോസിനൊക്കെ കണ്ടിട്ട് എനിക്ക് അത്യാവശ്യം ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതൊരു ബേസിക് ആയിട്ട് പഠിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സിൽ ചേരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ബേസിക് ക്ലാസ്സിൽ ചേരുന്നത് തന്നെയാണ് നല്ലത്.
കാര്യം ഇത് അതല്ലേ? പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഉള്ളത് കൊണ്ട് നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലേ സാറേ? ഓക്കെ ഓക്കെ. അതായത് പിന്നെ ഇപ്പൊ നമുക്കൊരു നീളം വീതിയൊക്കെ ഒരു വീട് വയ്ക്കുമ്പോൾ വീടിന്റെ നീളം എത്രയാണ്, വീതി എത്രയാണ് ഒക്കെ കണ്ടുപിടിക്കാൻ വാസ്തുശാസ്ത്ര നിയമങ്ങളുണ്ട്. അപ്പൊ ആ നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കുന്നതിന്റെ ആ നിയമങ്ങളെല്ലാം പഠിച്ചിട്ട് ഈ ചെയ്യുന്നത് ഗ്രാജുവേറ്റ് കോഴ്സിലാണ്, അതായത് ഡിപ്ലോമ കോഴ്സിലാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് നിങ്ങൾക്ക് ആ നിയമം ഓൾറെഡി അറിയാം, എങ്ങനെ അത് അപ്ലൈ ചെയ്യണം അതാണ് അത് വരുന്നത്. പക്ഷെ നിയമം പഠിക്കുന്നത് നമ്മൾ ഡിപ്ലോമ കോഴ്സിനാണ്. അപ്പോൾ അത് ഡിപ്ലോമ കോഴ്സ് പഠിക്കാതെ വന്നു കഴിഞ്ഞാൽ അവർ ഒരുമാതിരി പിന്നെ ശരിക്കും കാര്യം ഉള്ളിൽ മനസ്സിലാക്കാതെ ചെയ്യുന്ന പോലിരിക്കും. അതായത് ഫൗണ്ടേഷൻ, ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഫൗണ്ടേഷൻ ഇല്ലാതെ കെട്ടാൻ കിട്ടുന്ന പോലിരിക്കും. ആ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ കോഴ്സാണ്. അതിന് മുകളിലോട്ടുള്ള നമുക്ക് കാണുന്ന എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാം ഭിത്തിയും റൂഫും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഫൗണ്ടേഷൻ നമ്മൾ കാണുന്നില്ല, മണ്ണിനടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ ആ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ മറ്റേതിൽ നിന്ന് എത്ര സ്ട്രോങ് ആയിട്ട് നമ്മൾ പിന്നെ ബേസ്മെന്റും ഭിത്തിയൊക്കെ എത്ര സ്ട്രോങ് ആയിട്ട് കെട്ടിയാലും അത് നിലനിൽപ്പുണ്ടാവില്ല. ഫൗണ്ടേഷന്റെ ഇത് വേണം. കാരണം ആ ലോഡിനെ മണ്ണിലേക്ക് കൺവേ ചെയ്യുന്നത് ഫൗണ്ടേഷനാണ്. അപ്പോൾ അതുപോലെ ബേസിക് ഈ ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുന്നതാണ് ഫൗണ്ടേഷൻ. അപ്പോൾ അത് ശരിക്കും മനസ്സിലായി, അതിനകത്ത് എല്ലാ ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ നമുക്ക് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്ന എല്ലാം വളരെ ആ ഒരു ഇതിനെപ്പറ്റി കാര്യമായി പഠിച്ചിട്ടില്ലാത്തവർക്ക് പറഞ്ഞതുപോലെ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം, ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് അറിയാം. ഇതിന്റെ ആപ്ലിക്കേഷനാണ് കൂടുതലായിട്ടും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് വരുന്നത്. നിങ്ങൾ ഈ പ്ലാനൊക്കെ തയ്യാറാക്കുമ്പം ആയം വ്യയം അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം ബേസിക് ക്ലാസ്സിലാണ്, ഈ ഡിപ്ലോമ ക്ലാസ്സിലാണ് അത് എങ്ങനെയാണ് ആയം കാണുന്നത്, എങ്ങനെയാണ് വ്യയം കാണുന്നത്, ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് അവിടെയാണ്. അപ്പൊ നമുക്ക് പിന്നെ പി ജിയിലോട്ട് വരുമ്പോഴത്തേക്ക് ആയം വ്യയം എന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ അത് കാണുന്ന വിധങ്ങളൊന്നും അവിടെ പഠിപ്പിക്കത്തില്ല. പിന്നെ അതുപോലെ മുറികളുടെ സ്ഥാനങ്ങൾ, ഇതെല്ലാം നമ്മൾ പിന്നെ ഡിപ്ലോമ ക്ലാസ്സിലാണ് പിന്നെ ഇത് പഠിപ്പിക്കുന്നത്. കാര്യം നിങ്ങൾ പ്ലാൻ തയ്യാറാക്കുന്ന വ്യക്തി ആയതുകൊണ്ട് നിങ്ങൾ ഡിപ്ലോമ ക്ലാസ് പഠിച്ചതിന് ശേഷം പിന്നീട് പി ജിക്ക് പഠിക്കുന്നതായിരിക്കും ഉത്തമം. അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ളവർക്ക് രണ്ടും ഒരുമിച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അത് പറ്റും. കാര്യം രണ്ടും സാറ് തന്നെയാണല്ലോ ക്ലാസ് എടുക്കുന്നത്, അപ്പോൾ രണ്ടും 2 ദിവസമേ ക്ലാസ് വരത്തുള്ളൂ എപ്പോഴും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പഠിക്കാൻ പറ്റും. പിന്നെ ക്ലാസ്സുകൾ വരുന്നത് എല്ലാം ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലായിരിക്കും ക്ലാസ് വരുന്നത്. അത് ഇപ്പം പി ജിയുടെ ഒക്കെ മിക്കവാറൊക്കെ ബുധനാഴ്ചയൊക്കെ തന്നെ ആയിരിക്കും, എല്ലാ ബുധനാഴ്ചകളിലും ആയിരിക്കും. ഈ മാസത്തെ ഇത് പറ്റത്തിൽ ചിലപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റങ്ങൾ ഉണ്ടാകും. അടുത്ത മാസം തൊട്ട് കൃത്യമായിട്ട് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതല്ലേ? അതുപോലെ നമ്മൾ ഈ കൈക്കണക്ക് പട്ടികയിൽ നോക്കുന്ന കണക്കും കറക്റ്റ് ആയിരിക്കും അല്ലേ? അത് നമ്മളിവിടെ നിന്ന് തരുന്നുണ്ട്, അതിന്റെ ബുക്കുകൾ നമ്മൾ തരുന്നുണ്ട്. അതിനകത്ത് കൈക്കണക്ക് പട്ടികയെല്ലാം ഉണ്ട്. അതെങ്ങനെയാണ് നോക്കേണ്ട കാര്യങ്ങളെല്ലാം അതെല്ലാം ഈ ബേസിക് ക്ലാസ്സിനകത്ത് വ്യക്തമായിട്ട്, പിന്നെ ഡിപ്ലോമ ക്ലാസ്സിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. നമസ്കാരം സാർ. 16-ാം തീയതി ക്ലാസ് എന്ന് പറഞ്ഞല്ലോ, അത് തിങ്കളാഴ്ചയല്ലേ വരുന്നത്? അപ്പൊ ജ്യോതിഷത്തിന്റെ ക്ലാസ്സും 16-ാം തീയതി, അപ്പൊ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്? അത് നമുക്ക് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുക, അതിന്റെ വീഡിയോ തരാം. കാരണം ഈ മാസത്തിനകത്ത് കുറച്ച് പ്രശ്നമുണ്ട്, കുറച്ച് അവധികളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അടുത്ത മാസം തൊട്ട് അത് ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ സാർ. അപ്പം മറ്റ് സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നിപ്പോ ക്ലാസ് ഇവിടെ നിർത്താം. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സാർ. നമസ്തേ. വെൽക്കം. കഴിഞ്ഞല്ലോ അല്ലേ?